സ്ക്രീൻ കാണാല്ലേ? ഉണ്ട്. ഓക്കെ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ ഒക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത്. അതേപോലെ നമ്മൾ ഡെവലപ്മെന്റും പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എന്ത്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഒരു എന്താ പറയാ, ഒരു 5 പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓരോന്നിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരലെന്തായിരിക്കും? അവിടുന്ന് ആയിരിക്കും. അതെന്താ പറയാ, അത് പഠിക്കന്നെ വേണം. ഏതിനെന്ത് ഒരുപാട് തവണ വായിച്ചാലേ നമുക്ക് എന്തേ ഉള്ളൂ, അത് ഫീഡ് ആവുള്ളൂ. ചിലത് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ചിലതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും വേറെ ഒന്ന് ചെയ്യണ്ടാവാം. അപ്പൊ ഏതാണ് ഏതിന് ഫേവർ ചെയ്യണം, ഏതാണ് ഒപ്പോസ് ചെയ്യണമെന്നൊക്കെ എന്ത് ചെയ്യാ, ക്ലിയർ ആയിട്ട് പഠിക്കുക. പക്ഷെ സിമ്പിൾ ആണ്. എന്താണ്, നമ്മൾ ഒരു പ്രാവശ്യം നല്ല വൃത്തിക്ക് പഠിച്ചാൽ അങ്ങനെ മറക്കൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് വരാൻ ഭയങ്കര ചാൻസ് ഉള്ള ഏരിയ ആണ്. ചിലപ്പോ എന്താ പറയാ, ഫങ്ഷൻസ് എന്തായിട്ട് ചോദിക്കുക, മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കുക. അതേപോലെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് കണ്ടുപിടിച്ച എന്താ പറയാ ഡിസ്കവറേഴ്സ് ഉണ്ട്, അവരെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുക. അതേപോലെ പിന്നെ ക്വസ്റ്റ്യൻസ് എന്താ വരിക, മെയിൻ ആയിട്ട് ഫങ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ചിലപ്പോ മറ്റേ അസേഷൻ റീസൺ ആയിട്ട് ചോദിക്കാൻ പറ്റും. എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ട്രൂ ഓർ ഫോൾസ് പോലെ ചോദിക്കാൻ പറ്റും. അപ്പോ എന്താ പറയാ, ഏത് എന്താ പറയാ റെഗുലേറ്റർ ആണ്, എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് വൃത്തിക്ക് പഠിച്ചാല് അത്യാവശ്യം മാർക്ക് ഉണ്ട് തോന്നുന്നു. ഈ ഈ ചാപ്റ്ററിന് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നൊക്കെ കണ്ടാണ് വെയിറ്റേജ് നോക്കുമ്പോ. അപ്പോ എന്താ പറയാ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോ ഈ ഭാഗം കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പോ ഈ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ എന്തും കൂടി വിളിക്കും? ദേ ആർ ആൾസോ കോൾഡ് എന്താണ്? ഇവരെ പ്ലാൻ ഗ്രോത്ത് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കാൻ പറ്റും. പ്ലാൻ ഗ്രോത്ത് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കും. അതേപോലെ പ്ലാൻ ഹോർമോൺസ് എന്ന് വിളിക്കും. ഒരു സെക്കൻഡ്. അതേപോലെ ഫൈറ്റോ ഹോർമോൺസ് എന്ന് വിളിക്കും. എന്താണ്? ഫൈറ്റോ ഹോർമോൺസ് എന്ന് വിളിക്കും. അപ്പോൾ ഫൈറ്റോ ഹോർമോൺസ് എന്ന് കണ്ടാലും മനസ്സിലാക്കണം എന്താണ്, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഇനി വാട്ട് ആർ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? എന്താണ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിനിഷൻ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ റെഗുലേറ്റേഴ്സിനെ ഷോർട്ട് ആയിട്ട് PGR എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പൊ ഇനി എവിടെയെങ്കിലും PGR എന്ന് എഴുതുമ്പോൾ അതെന്താന്ന് മനസ്സിലാക്കുക, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നാണ് മനസ്സിലാക്കുക. അവരെന്താണ്? സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ആണ്. ദേ ആർ എന്താണ്? സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ്. ഫങ്ഷൻ എന്താണ്? ദാറ്റ് റെഗുലേറ്റ് പ്ലാൻ ഗ്രോത്ത്. പ്ലാൻ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യണ എന്താണ്? സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ആണ് എന്ത്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. എന്താണ്? പ്ലാൻ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ആണ് എന്ത്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് എന്ത്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ. ഇനി പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഓഫ് 2 ടൈപ്സ് എന്ന് പറയാം. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇവിടെ തന്നെ ഞാൻ എഴുതുന്നുണ്ട്. എന്താണ്? നമ്മൾ എന്തും കൂടി വിളിക്കും? PGR എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ PGR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഈ 2 ടൈപ്പ്? ഫസ്റ്റ്, പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. അതായത് പ്ലാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണ എന്തുണ്ട്? പ്ലാൻ ഗ്രോത്ത് ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. പ്ലാൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്? ഒന്ന് പ്രൊമോട്ടർ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ഇൻഹിബിറ്റർ ആയിരിക്കും. ഇവിടെ എന്താണ്? പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. ഇതെന്താണ്? പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. ഇപ്പൊ പ്ലാൻ ഗ്രോത്ത് ഹോർമോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും. അപ്പൊ ഏതൊക്കെയാണ് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്
ഏതൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്? നമുക്ക് നോക്കാം. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന്റെ അടിയിൽ വരുന്നതാണ് ഫസ്റ്റ് വണ് ഓക്സിൻ, പിന്നെ ഗിബെർലിൻ, ജിബർലിൻ എന്നൊക്കെ പറയും, ഞാൻ ഗിബർലിൻ എന്നാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യല്. അതേപോലെ സൈറ്റോകൈനിൻ, പിന്നെ എത്തിലീൻ ഉണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ആരൊക്കെയാണ്? ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ ഇൻഹിബിറ്റേഴ്സ്. ഒന്ന് ആബ്സിസിക് ആസിഡ്, രണ്ടാമത്തത് ആരാണ്? എത്തിലീൻ. അപ്പോ എത്തിലീൻ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും ആണ്, അതേപോലെ എന്താണ് ഒരു പ്ലാന്റ് ഗ്രോത്ത്, എത്തിലീൻ എന്താണ്? ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും ആണ്, ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും ആണ്, രണ്ടുമാണ്. പക്ഷെ എന്താ പറയാ, ലാർജ്ലി എന്താ പറയാ, ഇവിടെ നോട്ട് ചെയ്യണം, ലാർജ്ലി എന്താണ്? ഒരു ഇൻഹിബിറ്റർ ആണ്. ലാർജ്ലി ഒരു ഇൻഹിബിറ്റർ ആണ്. ആര്? എത്തിലീൻ. പ്രൊമോഷൻ ഉണ്ട് എത്തിലീനിന്റെ. ചില ഫംഗ്ഷനിൽ പ്രൊമോഷൻ വരുന്നുണ്ട്, പ്ലാന്റ് ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യുന്ന ചില ഫംഗ്ഷൻസ് എത്തിലീന് വരുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, പ്രൊമോഷനും ഇൻഹിബിഷനും നോക്കുകയാണെങ്കിൽ, മേജർ ആയിട്ട് എത്തിലീന്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിഷൻ ആണ്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്സിൻ, ഗിബെർലിൻ, സൈറ്റോകൈനിൻ, അതേപോലെ ഏതാണ്? എത്തിലീൻ. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് വരുമ്പോൾ ഏതൊക്കെയാണ്? ആബ്സിസിക് ആസിഡും അതേപോലെ എത്തിലീനും. എത്തിലീന്റെ കേസ് നമ്മൾ പറഞ്ഞ് രണ്ടും ഉണ്ട്, പ്രൊമോട്ടർ ആണ് ഇൻഹിബിറ്റർ ആണ്. പക്ഷെ എന്താണ്? ലാർജ്ലി എത്തിലീൻ എന്താണ്? ലാർജ്ലി ഒരു ഇൻഹിബിറ്റർ ആണ്. ഓക്കെ. അപ്പോ എന്താണ് ഈ പ്രൊമോട്ടർ, എന്താണ് ഇൻഹിബിറ്റർ? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യാ? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാം? അവര് ഗ്രോത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഗ്രോത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ഇരിക്കും. എന്തൊക്കെയാണ് ഗ്രോത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസ്? ഒന്ന് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ എന്താണ്? ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റി ആണ്. അതേപോലെ സെല്ലിന്റെ എൻലാർജ്മെന്റ് അല്ലെ, ഇവരൊക്കെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെല്ലിന്റെ ഗ്രോത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, ഇതൊക്കെ എന്താണ്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണ എന്താണ്? ആക്ടിവിറ്റീസ് ആണ്. പിന്നെന്താണ്? സീഡ് ഫോർമേഷൻ. ഇതൊക്കെ എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന്റെ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ്? സെൽ ഡിവിഷൻ ഉണ്ടാവും, എൻലാർജ്മെന്റ് ഉണ്ടാവും, ഫ്ലവറിങ് ഉണ്ടാവും, ഫ്രൂട്ടിങ് ഉണ്ടാവും, അതേപോലെ സീഡ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ ഇൻഹിബിറ്റേഴ്സ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം? ഇൻഹിബിറ്റേഴ്സ് ഇതിനൊക്കെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇതിനൊക്കെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുന്ന ചില ഫങ്ഷൻസ് ആയിരിക്കും ആര് ചെയ്യുന്നുണ്ടാവുക? ഇൻഹിബിറ്റേഴ്സ് ചെയ്യുന്നുണ്ടാവുക. അവരെന്താ ചെയ്യാ? അവര് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുക. ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്ന് ഡോർമെൻസി, സീഡിനൊക്കെ എന്ത് ചെയ്യും? ഒരു ഡോർമെന്റ് സ്റ്റേറ്റിൽ വെക്കും. പിന്നെ അതേപോലെ ആപ്സിഷൻ. ആപ്സിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇലയും പൂവൊക്കെ കൊഴിഞ്ഞു പോണ സംഭവത്തിനാണ് നമ്മൾ ആപ്സിഷൻ എന്ന് വിളിക്കുക. പിന്നെന്താണ്? അവര് പല ടൈപ്പുള്ള സ്ട്രെസ്സിന് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ടു വൂണ്ട് ആൻഡ് സ്ട്രെസ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഫാക്ടർ എന്താന്ന് വെച്ചാല്, സ്ട്രെസ് ഏത് കാരണം കൊണ്ടാണ്, ബയോട്ടിക് ഫാക്ടർ ആയിക്കോട്ടെ അബയോട്ടിക് ഫാക്ടർ ആയിക്കോട്ടെ. ബയോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ, എന്തെങ്കിലും ലൈഫ് ഉള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ്, അതായത് ഇപ്പൊ ഹ്യൂമൻസ് ഒക്കെ എന്താണ്? ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ, വിൻഡ്, എന്ത് കാരണം കൊണ്ട് ഉണ്ടാവണ സ്ട്രെസ് ആയിക്കോട്ടെ അതൊക്കെ ആര് റെസ്പോണ്ട് ചെയ്യും? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ സ്ട്രെസ് ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഒറിജിൻ. ഒരു ബയോട്ടിക് ഒറിജിൻ കാരണവും അബയോട്ടിക് ഒറിജിൻ കാരണവും ഉണ്ടാവുന്ന സ്ട്രെസ്സിന് ആര് റെസ്പോണ്ട് ചെയ്യും? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അത് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ആബ്സിസിക് ആസിഡിന്റെ ഒക്കെ മെയിൻ ഫങ്ഷൻസ് ആണ് എന്ത്? സ്ട്രെസ്സിന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു?
പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നമ്മൾ ദേ ആർ ഓൾസോ കോൾഡ് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ്, പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ് എന്ന് വിളിക്കും. അവരെന്താണ്? സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ആണ് പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന്റെ അടിയിൽ വരുന്നതാണ് ആരൊക്കെ? ഓക്സിന്, ഗിബെർലിന്, സൈറ്റോകൈനിൻ ആൻഡ് എത്തിലീൻ ടു എൻ സ്മോൾ എക്സ്റ്റെന്റ് അല്ലെ. ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് ആപ്സിക് ആസിഡും എത്തിലീനും. എത്തിലീൻ ലാർജ്ലി ഒരു ഇൻഹിബിറ്റർ ആണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസിലും, ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. ഇതുവരെ ഓക്കെ ആണോ? ഇനി പറയുന്നത് എന്താണ്? ഇവരുടെ ഒക്കെ ഡിസ്കവറിനെ പറ്റിയിട്ടാണ്. ഡിസ്കവറി ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നമുക്ക് ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങാം? ഓക്സിന്റെ ഡിസ്കവറിന്ന് തുടങ്ങാം. ഓക്സിന്റെ ഡിസ്കവറിന്ന് തുടങ്ങാം. ഓക്സിനെ ഡിസ്കവർ ചെയ്തത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ സണ്ണായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനും കൂടിയാണ്. ആരാണ്? ചാൾസ് ഡാർവിൻ ആൻഡ് സൺ എന്താണ്? ഫ്രാൻസിസ് ഡാർവിൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? ഓക്സിന് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് കാനറി ഗ്രാസ് ഇവരെന്ത് ചെയ്ത് ഒരു ക്ലോസ്ഡ് ബൗളാണ് വിചാരിക്ക്, ഒരു ക്ലോസ്ഡ് പാത്രം. ഇവിടെ ഇങ്ങനെ കാനറി ഗ്രാസിനെ എന്ത് ചെയ്ത് വളർത്തി. ഇവരെന്ത് ചെയ്ത് കാനറി ഗ്രാസിനെ ഇതിനുള്ളിൽ വളർത്തി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് പുറത്തുനിന്ന് എന്ത് കൊടുത്ത്? യൂണിലാറ്ററൽ ഇലുമിനേഷൻ ഓഫ് ലൈറ്റ് കൊടുത്ത്. യൂണിലാറ്ററൽ ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രം എന്ത് കൊടുത്ത്? ലൈറ്റ് കൊടുത്ത്. അപ്പൊ ഇവർ ഒബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ ലൈറ്റ് വരുന്ന ഭാഗമില്ലേ, ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് ഈ കാനറി ഗ്രാസ് എന്ത് ചെയ്ത് ബെൻഡ് ചെയ്ത്, ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്ത് കാനറി ഗ്രാസ് ബെൻഡ് ചെയ്തു. അപ്പൊ എന്തോ ഒരു ഫാക്ടർ ഉണ്ട് ഈ പ്ലാന്റില് ഇതിനോട് റെസ്പോണ്ട് ചെയ്യണത് എന്ന് ആർക്ക് മനസ്സിലായി? ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇവർ അതിന്ന് എന്ത് ചെയ്തിട്ടില്ല? എക്സ്ട്രാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് FW വെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. FW വെൻഡ്. FW ആണ്. FW വെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് അദ്ദേഹം ഓട്ട് സീഡ്ലിംഗ് എന്ത് ചെയ്ത്? ഓട്ട് സീഡ്ലിംഗ് ഓക്സിനെ എക്സ്ട്രാക്ട് ചെയ്ത്. ഓക്കെ. ഓട്ട് സീഡിന്ന് ഓക്സിനെ എന്ത് ചെയ്ത്? എക്സ്ട്രാക്ട് ചെയ്ത്. കാരണം ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്തോ ഒരു ഫാക്ടർ ഉണ്ട്, അത് കാരണമാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫാക്ടർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് ആരാണ്? FW വെൻഡ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഓട്ട് സീഡ്ലിംഗ് ഓക്സിനെ ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തത് ആരാണ്? FW വെൻഡ് ആണ്. ഓക്കെ. പിന്നെ ഒരു പോയിന്റ് മറക്കരുത്. ഫസ്റ്റ് ഓക്സിൻ ഐസൊലേറ്റഡ് എവിടുന്നാന്ന് ചോദിച്ചാല് ഫ്രം എവിടുന്നാണ്? ഹ്യൂമൻ യൂറിൻ എന്നാണ്. ഓക്കെ. ഇതെന്ത് ചെയ്യരുത്? മറക്കരുത്. ഈ സെന്റൻസ് മറക്കരുത്. ഓക്സിൻ ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം എന്താണ്? ഹ്യൂമൻ യൂറിൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഓക്കെ. ഓക്സിനെ യൂഷ്വലി എവിടെ കാണാം? റൂട്ടിന്റെ സ്റ്റെമ്മിന്റെ ഒക്കെ ടിപ്പിലാണ് കാണുക. എന്താണ്? ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ആരൊക്കെയാണ്? ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ സണ്ണായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനും കൂടി ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തി എന്തുണ്ട് എന്നുള്ള കൺക്ലൂഷനിൽ അവരെത്തി. അതിനുശേഷം FW വെൻഡാണ് എന്ത് ചെയ്തത്? ഓട്ട് സീഡ്ലിംഗ് നിന്ന് ഓക്സിന് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പൊ അതാണ് എന്ത്? ഓക്സിന്റെ ഡിസ്കവറി. ഓക്കെ. ഇനി രണ്ടാമത്തത് ആരാണ്? അടുത്ത ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ആര്? ഗിബർലിൻ. അടുത്ത ഇവിടെ വണ്ണ് നിട്ടണേ. അടുത്ത സെക്കൻഡ് വൺ ആരാണ്? അടുത്തതാണ് ഗിബർലിൻ. ഓക്കെ. ഇനി ഇതിന്റെ ഡിസ്കവറി ആരാണെന്ന് ചോദിച്ചാല് ഇതിന്റെ ഡിസ്കവറി ആരാണ്? ഈ കുറോസോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
സയന്റിസ്റ്റ് ആണ്. ഇതിന്റെ ഡിസ്കവറി ചെയ്തത് ഈ കുറോസാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് ജപ്പാനില് എന്താണ് റൈസിനൊക്കെ ഒരു ഡിസീസ് വരും. യൂഷ്വലി റൈസ് സീഡ്ലിങ് ഇങ്ങനാണെങ്കിൽ എന്ത് ചെയ്ത് ആ ഡിസീസ് വന്നിട്ട് ഇത് ഭയങ്കര ടോൾ ആൻഡ് പെയിലായി പോയി. ഈ ഡിസീസ് വന്നിട്ട് എന്തായി? ടോൾ ആൻഡ് പെയിലായി പോയി. ടോൾ ആൻഡ് പെയിലായി പോയി. അപ്പൊ ആ ഡിസീസിന്റെ പേരാണ് എന്ത്? ഫൂളിഷ് സീഡ്ലിംഗ് അല്ലെങ്കിൽ ബക്കാനെ ഡിസീസ് എന്ന് വിളിക്കും. ആ ഡിസീസിന്റെ പേരാണ് എന്ത്? ബക്കാനെ ഡിസീസ് അല്ലെങ്കിൽ എന്താണ്? ഫൂളിഷ് സീഡ്ലിംഗ് എന്ന് വിളിക്കും. എന്തിലാണ് കണ്ടത്? റൈസിന്റെ സീഡ്ലിങ്ങിലാണ് കണ്ടത്. ഓക്കെ, ഫൂളിഷ് സീഡ്ലിംഗ് അല്ലെങ്കിൽ ബക്കാനെ ഡിസീസ്. എവിടെയാണ്? ജപ്പാനില് എന്തുണ്ടായി? റൈസ് സീഡ്ലിങ്ങിനൊക്കെ ഒരു ഡിസീസ് വന്നു. അതായത് റൈസ് സീഡ്ലിംഗ് ഒക്കെ എന്താവാൻ തുടങ്ങി? ടോൾ ആൻഡ് പെയിൽ ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോ എന്താണ് ഈ കൊറോസോവ എന്ത് ചെയ്ത്? ഈ ഡിസീസ് ആയിട്ടുള്ള റൈസ് സീഡ്ലിങ്ങിനെ എടുത്ത്, ഈ ഡിസീസഡ് ആയിട്ടുള്ള റൈസ് സീഡ്ലിങ്ങിനെ എടുത്ത് എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് അവരിന്ന് എന്താണ് അവരിങ്ങനെ അരച്ചിട്ട് ഒരു ഫിൽട്രേറ്റ് പോലെ ആക്കി. ഫിൽട്രേറ്റ് പോലെ ആക്കിയിട്ട് എന്ത് ചെയ്ത്? ഫിൽട്രേറ്റ് പോലെ ആക്കിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്ങിന്റെ കൂടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത്. അപ്പൊ എന്തുണ്ടായി? ഹെൽത്തി സീഡ്ലിങ്ങിനും ഇതേ അസുഖം വന്ന്. ഓക്കെ, ഈ അസുഖം ബാധിച്ചിട്ടുള്ള ഒരു സീഡ്ലിംഗ് എടുത്തിട്ട് അതൊരു ഫിൽട്രേറ്റ് ആക്കി. ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ അരച്ച്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡ്ലിങ്ങിന്, ഈ ഡിസീസ് ഒന്നും വരാത്ത ഒരു റൈസ് സീഡ്ലിങ്ങിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോ എന്താണ്ടായി? അതിനെന്ത് ചെയ്ത്? ഈ ഡിസീസ് വന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു സാധനമുണ്ട് ഈ ഡിസീസ് കോസ് ചെയ്യണത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്? ആ ഫിൽട്രേറ്റ് എന്ത് ചെയ്ത്? ആ ഫിൽട്രേറ്റ് നോക്കിയപ്പോ അതിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്ത്? അതിന്ന് ഒരു ഫംഗസിനെ എക്സ്ട്രാക്ട് ചെയ്ത്. ആ ഫിൽട്രേറ്റ് നോക്കിയപ്പോ അതിന്നൊരു ഫംഗസിനെ അദ്ദേഹം എന്ത് ചെയ്ത്? എക്സ്ട്രാക്ട് ചെയ്ത്. ആ ഫംഗസിന്റെ പേരാണ് എന്ത്? ഗിബറെല്ല ഫ്യൂജിക്കുറോയി. ആ ഫംഗസിന്റെ പേരാണ് എന്ത്? ഗിബറെല്ല ഫ്യൂജിക്കുറോയി. ഇതാണ് എന്ത്? ആ ഫംഗസിന്റെ പേര്. ആ ഫംഗസിൽ എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്നും കൂടി എന്ത് ചെയ്ത്? അദ്ദേഹം മനസ്സിലാക്കി. ആ ഫംഗസിൽ എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ സബ്സ്റ്റൻസ് ആണ് എന്ത്? ഗിബറലിക് ആസിഡ് അല്ലെങ്കിൽ നമ്മളുടെ ഗിബറലിൻ. ആ ഫംഗസിൽ എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സോറി, അതിന്റെ പേരാണ് എന്ത്? ഗിബറലിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ എന്താണ്? ഗിബറലിൻ. ഓക്കെ, ഇതാണ് ഗിബറലിന്റെ ഡിസ്കവറി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏതിനൊക്കെ പറഞ്ഞ്? ഓക്സിനും പറഞ്ഞ്, ഗിബറലിനും പറഞ്ഞ്. മൂന്നാമത്തതാണ് എന്ത്? സൈറ്റോ കൈനിൻ. തേർഡ് വൺ ഏതാണ്? സൈറ്റോ കൈനിൻ. ഓക്കെ, സൈറ്റോ കൈനിൻ ആരാണ് ഡിസ്കവർ ചെയ്തത്? സൈറ്റോ കൈനിങ് എഫ് സ്കൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ്. ആരാണ്? എഫ് സ്കൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഒരു ബീക്കർ എടുത്ത് ഒരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്ത്? അതിലേക്ക് ന്യൂട്രിയൻ മീഡിയം ഒക്കെ ആഡ് ചെയ്ത്. അതിലേക്ക് എന്ത് ആഡ് ചെയ്ത്? ന്യൂട്രിയൻ മീഡിയം ഒക്കെ ആഡ് ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്ത്? ടുബാക്കോന്റെ ഇന്റർനോഡ് അല്ലെങ്കിൽ ടുബാക്കോന്റെ കാലസും കൂടി അതിലേക്ക് എന്ത് ചെയ്ത്? ആഡ് ചെയ്ത്. ഇപ്പൊ ഇവിടെ ഇത് എന്താ ഉള്ളത്? ന്യൂട്രിയൻ മീഡിയം ഉണ്ട്, ന്യൂട്രിയൻ മീഡിയം ഉണ്ട്. അതേപോലെ ഇതെന്താണ്? ടൊബാക്കോന്റെ ഇന്റർനോഡിന്റെ കാലസ് ഉണ്ട്. ഓക്കെ, ടൊബാക്കോന്റെ ഇന്റർനോഡിന്റെ കാലസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ന്യൂട്രിയൻ മീഡിയത്തിക്ക് എന്തും കൂടി ആഡ് ചെയ്ത്? ന്യൂട്രിയൻ മീഡിയത്തിക്ക് അദ്ദേഹം എന്തും കൂടി ആഡ് ചെയ്ത്? ഓക്സിനും കൂടി ആഡ് ചെയ്ത്.
ന്യൂട്രിയൻ മീഡിയത്തേക്ക് എന്തും കൂടി ആഡ് ചെയ്ത്, ഓക്സിനും കൂടി ആഡ് ചെയ്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നുമില്ല. ഈ കാലസിന്റെ ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് നോട്ട് എന്താണ്? റീറ്റെയിൻഡ്. ഇവിടെ പ്രത്യേകിച്ച് ഗ്രോത്തും കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പൊ ന്യൂട്രിയൻ മീഡിയം ഉണ്ട്, ഓക്സിനും ഉണ്ട്, പക്ഷെ എന്നാ പോലും എന്ത് നടക്കണില്ല? ഗ്രോത്ത് നടക്കണില്ല. എന്നിട്ട് പിന്നെ എന്താ ആഡ് ചെയ്ത് കൊടുത്ത്? ഇതിലേക്ക് ഗിബർലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നില്ല. ഓക്സിൻ ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പൊ ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഗിബർലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പോഴും ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് അധികം സാധനങ്ങൾ എന്ത് ചെയ്ത്? ആഡ് ചെയ്ത് കൊടുത്ത്. എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത്? ഒന്ന് അദ്ദേഹം കോക്കനട്ടിന്റെ മിൽക്ക്. പിന്നെ എന്താ ആഡ് ചെയ്ത് കൊടുത്ത്? ഈസ്റ്റിന്റെ എക്സ്ട്രാക്ട്. അതേപോലെ എന്താണ്? DNA, പിന്നെ വാസ്കുലർ ടിഷ്യൂ. ഇത്രയും സംഭവം കൂടി എന്ത് ചെയ്ത്? ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ എന്താ കാണാൻ പറ്റിയത്? ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് റീറ്റെയിൻഡ് ആണ് എന്ത് ചെയ്ത്? കാണാൻ പറ്റി. എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത്? കോക്കനട്ട് മിൽക്ക്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, DNA, വാസ്കുലാർ ടിഷ്യൂ. ആദ്യം ന്യൂട്രിയൻ മീഡിയത്തേക്ക് എന്ത് ആഡ് ചെയ്തു? ഓക്സിജൻ. അപ്പൊ ചേഞ്ച് ഇല്ല. പിന്നെ ഗിബറലിൻ ആഡ് ചെയ്തു, അപ്പോഴും ചേഞ്ച് ഇല്ല. പിന്നെ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തപ്പോ എന്താണ്? ഗ്രോത്ത് റീറ്റെയിൻഡ് ആണെന്ന് എന്ത് ചെയ്ത്? മനസ്സിലായി. അവിടെ എന്ത് ചെയ്ത്? അവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും എന്താണെന്ന് എന്ത് ചെയ്തിട്ടില്ല? കണ്ടുപിടിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തെന്ന് എന്ത് ചെയ്തിട്ടില്ല? കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ എഫ് സ്കൂഗ് എന്ത് ചെയ്ത്? എഫ് സ്കൂഗ് പ്ലസ് ഒരാളും കൂടി ഉണ്ട്, മില്ലർ എന്ന് പറഞ്ഞ ഒരാളും കൂടി എന്ത് ചെയ്ത്? എഫ് സ്കൂഗും മില്ലറും കൂടി എന്ത് ചെയ്ത്? ഹെറിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ഉണ്ട്. ഒരു കാണാനൊരു മത്തിന്റെ ഒക്കെ പോലുള്ള ഒരു ഫിഷാണ്. എന്താ പേര്? ഹെറിങ് ഫിഷ്. ഈ ഫിഷിന്റെ സ്പേമിന്ന് DNA എടുത്ത്, സ്പേമിന്ന് എന്ത് ചെയ്ത്? DNA എടുത്ത്. ഓക്കെ, DNA എടുത്തിട്ട് അതെന്ത് ചെയ്ത്? DNA എന്തൊക്കെ ഉണ്ടാവും? അഡിനിൻ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? അഡിനിൻ ഉണ്ടാവും, ഗുവാനിൻ ഉണ്ടാവും, സൈറ്റോ 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 സൈറ്റോസിൻ. സൈറ്റോസിൻ ഉണ്ടാവും, തൈമിൻ ഉണ്ടാവും. അഡിനിൻ ഉണ്ടാവും, ഗുവാനിൻ ഉണ്ടാവും, സൈറ്റോസിൻ ഉണ്ടാവും, തൈമിൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഓക്സിന്റെ കൂടെ ഇതിലുള്ള എന്തോ ഒരു സംഭവം വന്നപ്പോഴാണ് എന്തുണ്ടായത്? ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? ഹെറിങ് ഫിഷിന്റെ സ്പേം DNA എക്സ്ട്രാക്ട് ചെയ്ത്. DNAയിൽ ഈ 4 ഇതുണ്ടാവുമല്ലോ, അഡിനിന്, ഗുവാനിന്, സൈറ്റോസിന്, തൈമിന്, അല്ലെ? ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്ത്? ഓക്സിനെ ട്രീറ്റ് ചെയ്ത് കൊടുത്ത്. അതിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാല് അഡിനിൻ വെച്ച് ഓക്സിനെ ട്രീറ്റ് ചെയ്തപ്പോ അഡിനിൻ വെച്ച് ഓക്സിനെ ട്രീറ്റ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തത്. ഓക്കെ, അഡിനിൻ വെച്ച് ഓക്സിനെ ട്രീറ്റ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഗ്രോത്ത് റീറ്റെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോ എന്താണ്? എന്തിന്റെ ഡിസ്കവറി നടന്നുകൊണ്ടിരിക്കുന്നത്? സൈറ്റോകൈനിന്റെ ഡിസ്കവറി ആണ്. അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്? സൈറ്റോകൈനിൻ ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. സൈറ്റോകൈനിൻ എന്താണ്? ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. ആനിമൽസിൽ മാത്രം കാണുന്ന അഡിനിൻ ഡെറിവേറ്റീവ് ആയ സൈറ്റോകൈനിന്റെ പേരാണ് എന്ത്? കൈനറ്റിൻ. കൈനറ്റിൻ എന്ന് പറഞ്ഞാല് ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഓൺലി ഇൻ ആനിമൽസ്. ആനിമൽസിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ പ്ലാന്റ്സിൽ കാണുന്ന നാച്ചുറലി ഒക്കറിങ് ഏതായിരിക്കും? പ്ലാന്റ്സിൽ കാണുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? സിയാറ്റിൻ എന്ന് വിളിക്കും. പ്ലാന്റ്സിൽ കാണുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? സിയാറ്റിൻ എന്ന് വിളിക്കും. യൂഷ്വലി ഇത് മെയ്സ് പ്ലാന്റിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പ്ലാന്റ്സിൽ കാണുന്നത് നമ്മൾ എന്ത് വിളിക്കും? സിയാറ്റിൻ എന്ന് വിളിക്കും. മെയ്സ് പ്ലാന്റിലൊക്കെ എന്ത് കാണാൻ പറ്റും? നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻ ആണ് സിയാറ്റിൻ. മെയ്സ് പ്ലാന്റിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതാണ് എന്ത്?
സൈറ്റോകൈനിന്റെ ഡിസ്കവറി എന്തൊക്കെ സംഭവിച്ച ആദ്യം എഫ് സ്കൂഗ് ഒരു ബീക്കർ എടുത്തിട്ട് എന്താണ് ന്യൂട്രിയൻ മീഡിയത്തിൽ ഓക്സിജൻ മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ടുബാക്കോന്റെ കാലസിന് ഗ്രോത്ത് റീറ്റെയിൻ ആവണില്ല. അപ്പൊ അതിന്റെ കൂടെ ഗിബർലിന് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോഴും സംഭവിക്കണില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം കോക്കനട്ട് മിൽക്ക്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, DNA, വാസ്കുലർ ടിഷ്യൂ ഒക്കെ കൂടി ആഡ് ചെയ്തപ്പോ എന്ത് ചെയ്ത് ഗ്രോത്ത് റീറ്റെയിൻ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതില് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് കുറച്ചും കൂടി ക്ലാരിഫൈ കിട്ടാൻ വേണ്ടി സ്കൂഗും മില്ലറും കൂടി എന്ത് ചെയ്ത് ഹെറിംഗ് ഫിഷിന്റെ സ്പേമിന്റെ DNA എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ എന്തൊക്കെയുണ്ട് അഡിനിന്, ഗുവാനിന്, സൈറ്റോസിന്, തൈമിന് അല്ലെ, ഇതൊക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അഡിനിനും ഓക്സിനും കൂടി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവണത് ഗ്രോത്ത് റീറ്റെയിൻ ചെയ്യണത് എന്ത് കണ്ടുപിടിച്ച്. ഓക്കെ, അങ്ങനെ അഡിനിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള അനിമൽസിൽ മാത്രം കാണുന്നുള്ള സൈറ്റോകൈനിൻ നമ്മൾ എന്ത് വിളിക്കും, കൈനറ്റ് എന്ന് വിളിക്കും. പ്ലാന്റ്സിൽ കാണുന്ന നാച്ചുറലി ഒക്വറിങ് ആയിട്ട് മെയ്സിലൊക്കെ കാണുന്ന നമ്മൾ എന്ത് വിളിക്കും, സിയാറ്റിൻ എന്ന് വിളിക്കും. ഇത്രയാണ് എന്ത് സൈറ്റോകൈനിന്റെ ഡിസ്കവറി. ഇനി ഒന്നും കൂടി നമ്മൾ എവിടെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടാ. നാലാമത്തെ ആളാരാണ്, എത്തിലിൻ. എത്തിലിൻ. ഓക്കെ, എത്തിലിൻ ആരാണ് ഡിസ്കവർ ചെയ്തത്? എത്തിലിൻ ഡിസ്കവർ ചെയ്തത് H കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്ത് ഡിസ്കവർ ചെയ്തത്, എത്തിലിൻ ഡിസ്കവർ ചെയ്തത്. എത്തിലിന്റെ ഡിസ്കവറി പക്ഷെ സംഭവം ഭയങ്കര ഓക്കെ സിമ്പിൾ ആയിരുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഒരു റൈപ്പൺഡ് ആയിട്ടുള്ള ഓറഞ്ചിനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, റൈപ്പൺഡ് ആയിട്ടുള്ള ഓറഞ്ചിന് എവിടെ വെച്ച് ഒരു അൺറൈപ്പൺഡ് ആയിട്ടുള്ള ബനാനന്റെ കൂടെ വെച്ച്. ഇതാണ് എന്ത് അൺറൈപ്പൺഡ് ബനാന. ഒരു റൈപ്പൺഡ് ആയിട്ടുള്ള ഓറഞ്ചിന് ഒരു അൺറൈപ്പൺഡ് ആയിട്ടുള്ള ബനാനന്റെ കൂടെ വെച്ച്. അപ്പൊ എന്താ ഉണ്ടായിന്ന് വെച്ചാല് ഈ ബനാന എന്ത് ചെയ്ത്, ഈ ബനാന അൺറൈപ്പൺഡ് അല്ലെങ്കിൽ റോ ബനാന എന്നൊക്കെ പറയും. ഈ ബനാന എന്ത് ചെയ്ത് റൈപ്പണായി. ഈ ബനാന എന്ത് ചെയ്ത് റൈപ്പണായി. ഇതെന്താണ്, ഒരു റൈപ്പൺ ഓറഞ്ചാണ്. ഇത് റോ ബനാന. ഇതിനെടുത്ത് വെച്ചപ്പോ എന്ത് സംഭവിച്ച്, ബനാന എന്ത് ചെയ്ത് റൈപ്പണ്ടായി. ഈ ബനാന എന്ത് ചെയ്ത് റൈപ്പണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റൈപ്പൺഡ് ഓറഞ്ചിന്ന് എന്തോ റിലീസ് ചെയ്തപ്പോ അത് ഈ റോ ബനാന എക്സ്പോഷർ വന്നിട്ടാണ് എന്തുണ്ടായതെന്ന് മനസ്സിലായി, ഈ റോ ബനാന റൈപ്പണായി എന്ന് മനസ്സിലായി. അതാണ് പിന്നീട് മനസ്സിലായത്, അതാണ് പിന്നീട് കൺക്ലൂഡ് ചെയ്തത് എന്ത്, അത് ഒരു ഗേഷ്യസ് ഹോർമോൺ ആയിട്ടുള്ള എന്താണ് ഗേഷ്യസ് ഹോർമോൺ ആയിട്ടുള്ള നമ്മുടെ എന്താണ് എത്തിലീൻ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്ത്. എത്തിലീൻ ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് ഈസ് ദ ഓൺലി വൺ ഗേഷ്യസ് ഹോർമോൺ. മറക്കരുത്, എത്തിലീൻ ആണ് എന്ത് ഗേഷ്യസ് ഹോർമോൺ. എങ്ങനെ മനസ്സിലാക്കി, റൈപ്പൺഡ് ഓറഞ്ചിന്റെ കൂടെ കുറച്ച് റോ ബനാന വെച്ചപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്തായി, ഈ ബനാന എന്തായിട്ട് കണ്ട്, ബനാന റൈപ്പൺഡ് ആയിട്ട് കണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓറഞ്ചിന്ന് എന്തോ ഒരു സംഭവം എന്തുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ബനാനക്ക് എന്ത് വന്നത്, കളർ ചേഞ്ച് അല്ലെങ്കിൽ ബനാന റൈപ്പൺ ആയത്. അങ്ങനെയാണ് എത്തിലിന്റെ ഡിസ്കവറി വന്നത്. 4 ഡിസ്കവറി മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ഓഫ് ഡൈവേഴ്സ് കെമിക്കൽ കോമ്പോസിഷൻ. ദേ കുഡ് ബി ഇൻഡോൾ കോമ്പൗണ്ട്സ്. ഇത് ഞാൻ പറഞ്ഞില്ലല്ലേ. പ്ലാന്റ് ഗ്രോത്ത്
ഹോർമോൺസിന് എന്താ പറയാ ഡൈവേഴ്സ് കെമിക്കൽ കോമ്പസിഷൻ ആവും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സൈറ്റോകൈനിൻ ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞ്, അതേപോലെ ഓരോ ഹോർമോൺസും ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് കെമിക്കൽ കോമ്പസിഷൻ. എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് ഇൻഡോൾ കോമ്പൗണ്ട്സ് ആവും. ഒന്ന് എന്താണ്? ഇൻഡോൾ കോമ്പൗണ്ട്സ് ആവാം. പിന്നെ ഏതാവാം? എക്സാമ്പിൾ ഞാൻ എഴുത. പിന്നെ പറയുന്നുണ്ട് ഡെറിവേറ്റീവ് ഓഫ് ഏതാണ്? കരോട്ടിനോയിഡ്സ് ഡെറിവേറ്റീവ് ആവാം. കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആവാം. അതേപോലെ ഏതൊക്കെ ആവാം? ടെർപീൻസ് ആവാം. കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആവാം. ടെർപീൻസ് ആവാം. പിന്നെന്താവാം? ഗ്യാസസ് ആവാം. ഇതാണ് നമ്മളെ എത്തിലീനൊക്കെ വരുന്നത്. അതേപോലെ അത്രേ ഉള്ളൂ അല്ലെ? ഓക്കെ, ഏതൊക്കെയാവാം? ഇൻഡോൾ കോമ്പൗണ്ട്സ് ആവാം. പിന്നെന്താ പറഞ്ഞേ? അഡിനിൻ ഡെറിവേറ്റീവ്സ് ആവാം. അതാണ് വിട്ടുപോയത്. അഡിനിൻ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇപ്പൊ പറയും ഇൻഡോൾ കോമ്പൗണ്ട്സ് ഏതൊക്കെ? ഇൻഡോൾ കോമ്പൗണ്ട്സ് ഇവിടെ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞത്, അതായത് ആക്ച്വലി ഓക്സിൻസ് ആണ് എന്ത്? ഇൻഡോൾ കോമ്പൗണ്ട്സ്. കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ആണ് ഏത്? ആബ്സിസിക് ആസിഡ്. കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ആണ് ഏത്? ആബ്സിസിക് ആസിഡ്. ടെർപ്പീനിൽ ഏതാ വരുന്നത്? ടെർപ്പീനിൽ വരുന്നതാണ് എന്ത്? ഗിബെറലിക് ആസിഡ്. ഗിബെറലിക് ആസിഡ് ഏതിലാ വരുന്നത്? ടെർപ്പീനിലാണ് വരുന്നത്. ഗേഷ്യസ് നമ്മൾ പറഞ്ഞ പോലെ ഏതാണ്? എത്തിലീൻ ആണ് എന്ത്? ഗേഷ്യസ്. അതേപോലെ അഡിനിൻ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതാണ്? സൈറ്റോ കൈനിൻ. ഓക്കെ, ഇത് മറക്കരുത്. ഇതും നിങ്ങളോട് എന്ത് ചോദിക്കാം? ഇതും നിങ്ങളോട് ഇത് ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചോദിക്കാം? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ പറഞ്ഞ്? ഇൻഡോൾ കോമ്പൗണ്ട്സ് ആണ് ഓക്സിന്, കരാറ്റിനോയിഡ് ഡെറിവേറ്റീവ് ആണ് ആബ്സിസിക് ആസിഡ്, ഗിബെർലിക് ആസിഡ് ടെർപ്പീൻ ആണ്, ഗാഷ്യസ് PGR ആണ് എത്തിലീൻ, അതേപോലെ അഡിനിൻ ഡെറിവേറ്റീവ് ആരാണ്? സൈറ്റോകൈനിൻ. ഇത് മറക്കരുത്, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ദേ കുഡ് ബി ഇൻഡോൾ കോമ്പൗണ്ട്, അഡിനിൻ ഡെറിവേറ്റീവ് ആവാം, പിന്നെ കരോട്ടിനോയിഡ്സ് ആവാം, ഗേഷ്യസ് ആവാം, അതേപോലെ ടെർപ്പീൻസ് ആവാം. ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്? ഇൻഡോൾ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ആണ് ഓക്സിൻ. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് പറഞ്ഞാല് ഒരു ഓക്സിൻ ആണ്. അഡിനിൻ ഡെറിവേറ്റീവ് ആണ് ഏതൊക്കെ? N6. അഡിനിൻ ഡെറിവേറ്റീവ് നമ്മൾ ഏതാ പറഞ്ഞേ? സൈറ്റോകൈനിൻ അല്ലെ? കൈനറ്റിൻ. സൈറ്റോകൈനിൻ ആണ് എന്ത്? അഡിനിൻ ഡെറിവേറ്റീവ്. കരോട്ടിനോയിഡ് ആണ് ആബ്സിസിക് ആസിഡ്, ടെർപ്പീൻ ആണ് ഗിബെർലിക് ആസിഡ്, ആൻഡ് ഗേഷ്യസ് ആണ് എന്ത്? എത്തിലീൻ. ഇത് മറക്കരുത് കേട്ടോ, ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. പിന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ്, പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദേ ആർ ആൾസോ കോൾഡ് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ്, പ്ലാന്റ് ഹോർമോൺ അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ്. ഓക്കെ, the plant growth regulators can be broadly divided into two groups based on their functions in a living plant body. ഏതൊക്കെയാണ് ടു ഗ്രൂപ്പ്സ്? നമ്മൾ പറഞ്ഞ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും പ്ലാന്റ് ഗ്രോത്ത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും അല്ലെ? വൺ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ദേ ആർ ഇൻവോൾവ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെന്റ്, പാറ്റേൺ ഫോർമേഷൻ ലീഫിലൊക്കെ, ട്രോപ്പിക് ഗ്രോത്ത്, ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, സീഡ് ഫോർമേഷൻ. ഇതൊക്കെയാണ് എന്ത്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്. പിന്നെന്താ പറയുന്നത്? ദീസ് ആർ ആൾസോ കോൾഡ് പ്ലാന്റ് ഗ്രോത്ത്. ഇവ നമ്മൾ എന്ത് വിളിക്കും? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കും. ഇവ നമ്മൾ എന്ത് വിളിക്കും? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കും അല്ലെ? ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഓക്സിൻ ഉണ്ട്, ഗിബെർലിൻസ് ഉണ്ട്, സൈറ്റോകൈനിൻസ് ഉണ്ട്. എത്തിലീൻ ഉണ്ട്. എത്തിലീന്
ടു ആൻഡ് സ്മോൾ എക്സ്റ്റെന്റ് എന്താണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്, പക്ഷെ ലാർജ്ലി എന്താണ് ഒരു ഇൻഹിബിറ്റർ ആണ്. പിന്നെന്താണ് the plant growth regulators of the other group play an important role in plant response to wounds and stress of biotic and abiotic origin. They are also involved in various growth inhibiting activities. എന്തൊക്കെയാണ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്? ഡോർമെൻസി, ആബ്സിഷൻ ഒക്കെയാണ് എന്ത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. പിന്നെന്താ പറയുന്നത്? ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആബ്സിസിക് ആസിഡ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്. ദ ഗേഷ്യസ് പി ജി ആർ എത്തിലീൻ കുഡ് ഫിറ്റ് ഈ സെന്റൻസ് മറക്കരുത്. ദ ഗേഷ്യസ് പി ജി ആർ എത്തിലീൻ കുഡ് ഫിറ്റ് എയ്തർ ഓഫ് ദ ഗുഡ് ബട്ട് ഇറ്റ് ഈസ് ലാർജ്ലി ആൻ ഇൻഹിബിറ്റർ ഓഫ് എന്താണ് ഗ്രോത്ത് ആക്ടിവിറ്റീസിലാണ്. എത്തിലീൻ എന്തുണ്ട്? പ്രൊമോട്ടിംഗ് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് ലാർജ്ലി ആൻ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഓക്കെ. പിന്നെന്താണ്? ഡിസ്കവറി ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നമ്മളിപ്പോ പറഞ്ഞു. എന്തൊക്കെയാ? Interestingly, the discovery of each of the 5 major groups of plant growth regulators have been accidental. ഒക്കെ accidental ആയിട്ട് കണ്ടുപിടിച്ചതാണ്. All this started with the observation of ചാൾസ് ഡാർവിനും ആരൊക്കെയാണ്? ചാൾസ് ഡാർവിനും സൺ ഫ്രാൻസിസ് ഡാർവിനും. എന്താണ്? when they observed that the coleoptile of canary grass respond to unilateral illumination by growing towards the light. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കും അല്ലെ? ആഫ്റ്റർ എ സീരീസ് ഓഫ് എക്സ്പെരിമെന്റ് ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ദ ടിപ്പ് ഓഫ് കോളിയോപ്റ്റൈൽ വാസ് ദ സൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റബിൾ ഇൻഫ്ലുവൻസ് ദാറ്റ് കോസ് ദ ബെൻഡിങ് ഓഫ് ദ എൻറ്റയർ കോളിയോപ്റ്റൈൽ. അതായത് ഈ കോളിയോപ്റ്റൈലിന്റെ ടിപ്പിൽ എന്തോ ഒരു ട്രാൻസ്മിറ്റബിൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് കാരണമാണ് എന്ത് സംഭവിച്ചത്? ഇവർക്ക് ഈ ബെൻഡിങ് നടന്നത്. അപ്പൊ ആ ട്രാൻസ്മിറ്റബിൾ ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് കണ്ടുപിടിച്ചത്. എന്താണ്? അതാരാണ് കണ്ടുപിടിച്ചത്? ഓക്സിൻ ആണ്. സോറി, FW വെന്റ് ആണ് കണ്ടുപിടിച്ചത്. എന്താണ് ട്രാൻസ്മിറ്റബിൾ ഇൻഫ്ലുവൻസ്? അതാണ് നമ്മുടെ ഓക്സിൻ. വാസ് ഐസൊലേറ്റഡ് ബൈ FW വെന്റ്. ഓക്കെ. ആരാ ഐസൊലേറ്റ് ചെയ്ത്? FW വെന്റ് ഫ്രം ടിപ്സ് ഓഫ് കോളിയോപ്റ്റൈൽസ് ഓഫ് ഓഡ് സീഡ്ലിംഗ്. ഇത് മാറിപ്പോവരുത്. FW വെന്റ് ആണ് എക്സ്ട്രാക്ട് ചെയ്തത്. അതിന്ന് അയാൾ എക്സ്ട്രാക്ട് ചെയ്തത് ഓഡ് സീഡ്ലിംഗ് എന്നാണ്. എക്സ്പെരിമെന്റ് നടത്തിയത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ സണ്ണായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനും കൂടി. അവർ എക്സ്പെരിമെന്റ് നടത്തിയത് കോളിയോപ്റ്റൈൽ ഓഫ് കനറി ഗ്രാസ് ആണ്. രണ്ടും കൂടി മാറി പോവരുത്. അതാണ് എന്ത്? ഓക്സിന്റെ ഡിസ്കവറി. അടുത്തത്, the Buchaney Foley seedling disease of rice seedling was caused by a fungal pathogen. ഏതാണ്? ഗിബറല്ല ഫ്യൂജിക്കുറോയി എന്ന് പറഞ്ഞ ഒരു ഫംഗൽ പാത്തജൻ എന്ത് കോസ് ചെയ്ത്? ബക്കാനെ ഡിസീസ് അല്ലെങ്കിൽ ഫോളി സീഡ്ലിംഗ് ഡിസീസ്. അപ്പൊ ആരെ വന്ന്? ഈ കുറസോവ 1926 കേട്ടോ. ഇയർ ചിലപ്പോ ചോദിക്കും. 1926 എന്താ ചെയ്ത്? reported the appearance of symptoms of the disease in rice seedling when they were treated with the sterile filtrates of the fungus. അതായത് നമ്മൾ പറഞ്ഞ് ഒരു ഹെൽത്തി സീഡ്ലിങ്ങിനെ ഇതിന്റെ ഫിൽട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഈ അസുഖം വരുന്നുണ്ടെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ച്. അപ്പൊ എന്തോ ഒരു ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്. എവിടെ? ഇത് കോസ് ചെയ്യണ എന്തോ ഒരു ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്. ദ ആക്റ്റീവ് സബ്സ്റ്റൻസ് വേർ ലേറ്റർ ഐഡന്റിഫൈഡ് ആസ് എന്താണ്? ഗിബറലിക് ആസിഡ്. അതായത് ഈ ഗിബറല്ല ഫ്യൂജിക്കുറോയിന്ന് കണ്ടുപിടിച്ച ഒരു ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് എന്ത്? ഗിബറല്ല ഫ്യൂജിക്കുറോയിന്ന് കണ്ടുപിടിച്ച ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് എന്ത്? ഗിബറലിക് ആസിഡ്. ഓക്കെ. അതാണ് എന്ത്? ഗിബറലിക് ആസിഡിന്റെ ഡിസ്കവറി. അടുത്തത് എന്താണ്? സൈറ്റോകൈനിന്റെ. സ്കൂഗും അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സും പേര് മെൻഷൻ ചെയ്യുന്നില്ല. എന്താ ചെയ്തത്? ഒബ്സർവ് ദാറ്റ് ഫ്രം ദ ഇന്റർനോഡൽ സെഗ്മെന്റ് ഓഫ് ടുബാക്കോ സ്റ്റെംസ് ദ കാലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ്? മാസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റെംസ് cells proliferated only if in addition to oxygen the nutrient medium was supplemented with one of the following extract. നമ്മൾ പറഞ്ഞു എന്താണ്? ന്യൂട്രിയൻ മീഡിയം എടുത്ത് ഓക്സിജൻ ആഡ് ചെയ്ത്, പക്ഷെ അപ്പൊ എന്ത് ചെയ്യണില്ല? ഗ്രോത്ത് നടക്കണില്ല. പിന്നെ ഗിബർലിക് ആസിഡ് ആഡ് ചെയ്ത് നോക്കി, അപ്പോഴും എന്ത് ചെയ്യണില്ല? ഗ്രോത്ത് നടക്കണില്ല. പിന്നെ ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് നടക്കണമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച്. എന്തൊക്കെയാണ് അത്? സാധനങ്ങൾ എന്തൊക്കെയാണ്? Okay, one of the following: extract of vascular tissue, yeast extract, coconut milk or DNA. ഇത്രയും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നും കൂടി അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്?
ഗ്രോത്ത് റീറ്റെയിൻ ചെയ്യുന്നത് എന്ന് അവരെന്ത് ചെയ്തു, ഒരു കൺക്ലൂഷനിലെത്തി. അപ്പോൾ മില്ലറും കൂടെ എപ്പോഴാണ് ഇതിലേക്ക് ആഡ് ആയത്? മില്ലറും കൂടെ വന്നത് 1955 ആദ്യം എക്സ്പെരിമെന്റ് നടത്തിയത് സ്കൂഗ് മാത്രമാണ്, പിന്നെ മില്ലറും കൂടെ വന്നത്. മില്ലർ എന്ത് ചെയ്ത്, ലേറ്റർ ഐഡന്റിഫൈഡ് ആൻഡ് ക്രിസ്റ്റലൈസ് ദ സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് ദേ ടേംഡ് കൈനറ്റിൻ. അദ്ദേഹം എന്ത് ചെയ്ത്, സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള എന്തിനെ കണ്ടുപിടിച്ച്, കൈനറ്റിനെ കണ്ടുപിടിച്ച്. അത് എവിടുന്നാണ്? ഹെറിംഗ് സ്പേം DNA എന്നാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു പഴയ ടെക്സ്റ്റില് ഇതൊക്കെ പറഞ്ഞിരുന്നു. ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA എന്നാണ് എന്ത് കണ്ടുപിടിച്ചതെന്ന്, ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ കുറച്ചും കൂടി പറഞ്ഞിരുന്നു. ഇപ്പൊ ഇത് ഇത്രേ പറയുന്നുള്ളൂ. ഐഡന്റിഫൈഡ്, ഉണ്ട്. കേട്ടില്ല. അടുത്ത പേജിലുണ്ട് ഹെറിംഗ് ഫിഷിന്റെ DNA എടുക്കേണ്ടത്. ഓക്കെ. സൈറ്റോകൈനിന് പറയുമ്പോഴായിരിക്കും അല്ലെ. ഓക്കെ 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 ഓക്കെ. ഐഡന്റിഫൈഡ് ആൻഡ് ക്രിസ്റ്റലൈസ് ദ സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് ദ ടേംഡ് എന്താണ്, കൈനറ്റിൻ. കൈനറ്റിൻ എന്താണ്, ആനിമൽസിൽ മാത്രം കാണുന്ന ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് സ്കൂഗും മില്ലറും കൂടി എന്ത് ചെയ്ത് കൺക്ലൂഷനിലെത്തി. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് ഡ്യൂറിംഗ് mid-1960s ആരാണ്? 3 independent researchers reported the purification and chemical characterization of 3 different kinds of inhibitors. ഇത് പറയുന്നത് ആബ്സിസിക് ആസിഡിനെ പറ്റിയിട്ടാണ്. പക്ഷെ എന്താണ്, ഡിസ്കവറേഴ്സിന്റെ പേര് മെൻഷൻ ചെയ്യണില്ല. 3 independent researchers എന്നാ പറയുന്നത്. അവരെന്ത് ചെയ്ത് 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. ഏതൊക്കെ? ഒന്ന് ഇൻഹിബിറ്റർ ബി, ഒന്ന് ആപ്സിസിൻ 2 ആൻഡ് ഡോർമിൻ. ഈ പേരുകൾ മറക്കരുത്, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ പേരുകൾ മറക്കരുത്. ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് 3 എന്ന് ചോദിക്കും. ഇൻഹിബിറ്റർ ബി, ആപ്സിസിൻ 2 ആൻഡ് ഡോർമിൻ. പിന്നീട് എന്ത് സംഭവിച്ച്? ലേറ്റർ ഓൾ 3 were proved to be chemically identical. പിന്നെ അവരുടെ കെമിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? 3നെയും കെമിക്കൽ കോമ്പസിഷൻ എന്താണ്? സെയിം ആണ്. ടെക്നിക്കലി സ്പീക്കിംഗ് 3 സംഭവങ്ങളും എന്താണ്? സെയിം ആണ്. ഇറ്റ് വാസ് നെയിംഡ് ആസ് എന്താണ്? ആബ്സിസിക് ആസിഡ്. അതിന് എന്ത് പേര് വിളിച്ച്? ആബ്സിസിക് ആസിഡ് എന്ന് വിളിച്ച്. ആബ്സിസിക് ആസിഡിന്റെ ഡിസ്കവറേഴ്സിന്റെ പേര് ടെക്സ്റ്റിൽ എന്ത് ചെയ്യണില്ല, മെൻഷൻ ചെയ്യണില്ല. ഓക്കെ. പിന്നെ ആരാണ്? പിന്നെ H.H. കസിൻസ് 1910 H.H. കസിൻസ് എന്ത് ചെയ്ത്? കൺഫേംഡ് ദ റിലീസ് ഓഫ് എ വോളറ്റൈൽ സബ്സ്റ്റൻസ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവിയായി പോകും. അപ്പൊ നമ്മള് സ്പ്രേ ഇല്ലേ, സ്പ്രേ ഒക്കെ അടിച്ചാൽ ഇങ്ങനെ പോവില്ല, അതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. ഫ്രം ദ റൈപ്പൺഡ് ഓറഞ്ചസ് ദാറ്റ് ഹേസ്റ്റൺ ദ റൈപ്പണിങ് ഓഫ് സ്റ്റോർഡ് അൺറൈപ്പൺഡ് ബനാന. അതായത് പഴുത്ത ഓറഞ്ചിന്റെ അടുത്ത് പഴുക്കാത്ത റോ ആയിട്ടുള്ള ബനാന വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്, ഈ ബനാന പഴുത്തതായിട്ട് എന്ത് ചെയ്ത് കാണപ്പെട്ടു. അപ്പൊ ഈ റൈപ്പൺഡ് ഓറഞ്ചിന് എന്തോ ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ബനാനയിലേക്ക് വന്നപ്പോഴാണ് ഇത് പഴുത്തത് എന്നുള്ള കൺക്ലൂഷനിൽ അദ്ദേഹം എത്തി. അപ്പൊ എന്താണ് സബ്സ്റ്റൻസ്? ലേറ്റർ ദിസ് വോളറ്റൈൽ സബ്സ്റ്റൻസ് വാസ് ഐഡന്റിഫൈഡ് ആസ് എന്താണ്? അതാണ് നമ്മളെ ഗേഷ്യസ് PGR ആയിട്ടുള്ള എത്തിലീൻ. എ ഗേഷ്യസ് PGR. എത്തിലീൻ ഈസ് ദ ഓൺലി gaseous PGR. Now let us study some of the physiological effects of these 5 categories of PGRs in the next section. Okay. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? നമ്മളിവിടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താണെന്നും അവരുടെ എന്താണ് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ ഡിസ്കവറി 4 ഡിസ്കവറി ആണ് പറയുന്നത്. 5-മത്തത് ഏതാണ്? ആബ്സിസിക് ആസിഡ്. അങ്ങനെ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന 3 സബ്സ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ ഡിസ്കവറിന്റെ പേര് പറയണില്ല. ആബ്സിസിക് ആസിഡിന്റെ അവിടെ ഡിസ്കവറിന്റെ പേര് പറയണില്ല. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കെമിക്കലി നോക്കുമ്പോൾ 3 സംഭവങ്ങളും സെയിം ആണെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്? ഇൻഹിബിറ്റർ ബി, ആബ്സിസിൻ 2, ഡോർമിനും. പിന്നെ എന്ത് ചെയ്ത് അത് ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ആബ്സിസിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. അതിന് ആബ്സിസിക് ആസിഡിന്റെ ഡിസ്കവറി. അത് കഴിഞ്ഞിട്ട് എന്താണ്? എത്തിലീന്റെ ഡിസ്കവറി നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും പഠിക്കാം. ഓരോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും പഠിക്കാം. ഏതൊക്കെ? 5 ഓക്സിൻ ഉണ്ട്, ഗിബർലിൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്, എത്തിലീൻ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ആബ്സിസിക് ആസിഡ് ഉണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് എവിടുന്ന് തുടങ്ങാം? ഓക്സിന്ന് തുടങ്ങാം. ഓക്കെ, ഓക്സിൻ എന്ന് പറയുമ്പോ എന്താണ്? ഓക്സിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്സിന് നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. ഓക്സിന് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? സിന്തറ്റിക്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നാച്ചുറൽ ഓക്സിജന്റെ എക്സാമ്പിൾസ് ആണ് ഐ എ എ. ഐ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ IBA, ഞാൻ ഇവിടെ ഷോർട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറയുന്നുണ്ട്, ഫുൾ ഫോം പറയുന്നുണ്ട്. IBA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്. സിന്തറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് എന്താണ്? NaA. NaA എന്ന് പറഞ്ഞാല് നാഫ്തലീൻ അസിറ്റിക് ആസിഡ്. അതേപോലെ NaA, അതേപോലെ എന്താണ്? 2,4-D. 2,4-D എന്ന് പറഞ്ഞാല് 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. എന്തൊക്കെയാണ്? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ് IAA. ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ് ആണ് IBA. നാഫ്തലീൻ അസറ്റിക് ആസിഡ് ആണ് NaAയും. 2 എന്ന് പറഞ്ഞാൽ 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. ഇതിൽ IAയും IBAയും എന്താണ്? നാച്ചുറൽ ആണ്, സിന്തറ്റിക് ആണ്. ഇനി നോക്കാനുള്ളത് എന്താണ്? ഓക്സിന്റെ ഫങ്ഷൻസ് ആണ്. എന്ത് വന്നാലും എന്ത് ചെയ്യരുത്, ഇത് മറക്കരുത്. മിക്കവാറും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കല് ഇവിടെ നിന്നായിരിക്കും. ബാക്കിയുള്ള പാർട്ട് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ഒന്ന് പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്. എന്താണ്? പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ ഡോമിനൻസ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു അപ്പിക്കൽ ബഡ് ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് വളർന്നു പോവില്ല. ഇവിടെ ലീവ്സ് ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? ലാറ്ററൽ എന്തുണ്ടാവും? ബഡ് ഉണ്ടാവും. അപ്പോ അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാല് ഇതാണ്. എന്താണ്? ഈ ബഡ്, അപ്പിക്കൽ ബഡ് വന്നിട്ട് ലാറ്ററൽ ബഡിനെ ഗ്രോ ചെയ്യാതെ നിൽക്കണ ഈ അവസ്ഥ, അതാണ് എന്ത്? അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ടീ പ്ലാന്റേഷനിലൊക്കെ എന്താ സംഭവിക്കുക? ഷൂ ടിപ്പ് റിമൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യും. അതൊരു ഇങ്ങനെ ബുഷി അപ്പിയറൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബുഷി അപ്പിയറൻസ് കിട്ടണമെങ്കിൽ ഈ ലാറ്ററൽ ബഡ്സിന് ഗ്രോത്ത് ഉണ്ടാവണം. ഒരു സെക്കൻഡ്. ഓക്കെ, ലാറ്ററൽ ബഡ്സിന് എന്തുണ്ടാവണം? ഗ്രോത്ത് ഉണ്ടാവണം. എന്ത് ചെയ്യും? ഓക്സിൻസ് എന്ത് ചെയ്യും? അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യും. അതാണ് ഒരു ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് പ്രൊമോട്ട് റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്സ്. സ്റ്റെം കട്ടിംഗ് എന്ന് പറഞ്ഞാല് വോയിസ് ബ്രേക്ക്. ഹലോ, ഇടക്ക് ബ്രേക്ക് ആവും. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. പ്രൊമോട്ട് റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം നമ്മൾ എന്താ പറയാ, ചില സ്റ്റെമ്മ് നമ്മൾ കുഴിച്ചിടുമ്പോൾ അതിന്ന് റൂട്ട് വന്നിട്ട് പിന്നെ അതൊരു പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യും. ചില പ്ലാന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉമ്മമാരൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് കമ്പ് കുഴിച്ചിടുക എന്ന് പറയില്ല, അത് സ്റ്റെമ്മ് കൊണ്ടേ കുഴിച്ചിടുമ്പോൾ അതിന്ന് എന്ത് ചെയ്യും? റൂട്ട് വന്നിട്ട് അത് പിന്നെ ഒരു പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അതാണ് പ്രൊമോട്ട് റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഇനി ബ്രേക്ക് ആവണമെങ്കിൽ പറയണേ. ആക്ട് ആസ് ഹെർബിസൈഡ്. ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് വീഡിസൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഗാർഡൻസിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ എന്താണ്, വേറെ ഒരുപാട് ചെടികൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ എന്ത് ചെയ്യും? വളരും അല്ലെ? അപ്പൊ അതില്ലാണ്ടിരിക്കാന് ഒരു വീഡിസൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെർബിസൈഡ് ആയിട്ട് എന്തിനെ യൂസ് ചെയ്യും? ഓക്സിനെ യൂസ് ചെയ്യും. പിന്നെ നാലാമത്തെ എന്താ വെച്ചാല് ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യും. ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യും. ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് എന്ത്?
ഓക്സിൻ. അപ്പൊ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ 5ാമത്തെ ഫംഗ്ഷൻ പാർത്തനോകാർപ്പിനെ പ്രൊമോട്ട് ചെയ്യും. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെ? അതാണ് എന്ത് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ് 6ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ആബ്സിഷൻ ഡിലേ ചെയ്യും. ആബ്സിഷൻ എന്ന് പറഞ്ഞാല് ഇലയും പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നത്, അതെന്ത് ചെയ്യും? ഡിലേ ചെയ്യും. ഓക്കെ, ഇതാണ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് പ്രൊമോട്ട് അപ്പിക്കൽ ഡൊമിനൻസ്, പ്രൊമോട്ട് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്, പ്രൊമോട്ട് റൂട്ടിംഗ് ഇൻ എന്താണ് സ്റ്റെം കട്ടിങ്, അതേപോലെ എന്താണ് ഒരു ഹെർബിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും, ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യും, പാർത്തനോകാർപ്പി പ്രൊമോട്ട് ചെയ്യും, ആബ്സിഷൻ എന്ത് ചെയ്യും? ഡിലേ ചെയ്യും. ആബ്സിഷൻ എന്ത് ചെയ്യും? ഡിലേ ചെയ്യും. ഓക്കെ, ഇതാണ് എന്തിന്റെ ഓക്സിന്റെ ഫങ്ഷൻസ്. നിങ്ങൾ ഇവിടെ നോക്ക്, ടെക്സ്റ്റ് നോക്കണേ. ഓക്സിൻസ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിൻ ഇസ് അപ്ലൈഡ് ടു ദ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, നാച്ചുറൽ സിന്തറ്റിക് ഉണ്ട്, ഹാവിങ് സെർട്ടൈൻ ഗ്രോത്ത് റെഗുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. IA എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. They are generally produced by growing apices of the stem and root. റൂട്ടിന്റെ സ്റ്റെമ്മിനൊക്കെ ഗ്രോയിങ് പാർട്ടിലാണ് ആരെ കാണാം? ഓക്സിൻസിനെ കാണാം. ഫ്രം വേർ ദേ മൈഗ്രേറ്റ് ടു ദ റീജിയൻസ് ഓഫ് ദെയർ ആക്ഷൻസ്. അവിടുന്ന് എന്ത് ചെയ്യും? അവരുടെ ആക്ഷൻസ് വരുന്ന റീജിയനിലേക്ക് എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. ഓക്സിൻ ലൈക്ക് IAA ആൻഡ് IBA ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം പ്ലാന്റ്സ്. അതെന്താണ്? നാച്ചുറലി ഒക്കറിങ് ഓക്സിൻസ് ആണ്. NAA നാഫ്തലീൻ അസറ്റിക് ആസിഡും 2,4-D 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റേറ്റും എന്താണ്? സിന്തറ്റിക് ഓക്സിൻസ് ആണ്. ഓക്കെ, നാച്ചുറൽ ഏതാണ് സിന്തറ്റിക് ഏതാണെന്ന് പഠിക്കണം, അതും ക്വസ്റ്റ്യൻ ആണ്. All these oxins have been used extensively in agricultural and horticultural practices. അഗ്രികൾച്ചറലും ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ എന്താണ് കൾട്ടിവേഷൻ ആണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയാം. രണ്ടിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ്? ഒന്ന്, ദേ ഹെൽപ്പ് ടു ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്. നമ്മൾ പറഞ്ഞ് എന്താണ് പറഞ്ഞ് റൂട്ട് സ്റ്റെമ്മിന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട്, സ്റ്റെം കട്ടിങ്സ് റൂട്ട് വരാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്സിൻസ് പ്രൊമോട്ട് ഫ്ലവറിങ്. എക്സാമ്പിൾ പൈനാപ്പിൾ. പൈനാപ്പിളിലൊക്കെ എന്ത് ചെയ്യും? ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും ഓക്സിനും. ദേ ഹെൽപ്പ് ടു പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ്. അതാണ് എന്ത് ആബ്സിഷൻ എന്ന് പറയുന്നത്. ഫ്രൂട്ടും ലീഫൊക്കെ ഏർലി സ്റ്റേജിൽ എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഫോൾ ചെയ്യാൻ വേണ്ടി. അതേപോലെ പ്രൊമോട്ട് ആബ്സിഷൻ ഓഫ് ഓൾഡർ ആൻഡ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്നാല് ഓൾഡറും മെച്യൂർ ആയിട്ടുള്ള, അതായത് കൊഴിഞ്ഞു പോവാനായ സംഭവങ്ങൾ കൊഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഫ്ലവറിനെയും ഫ്രൂട്ടിനെയും ഒക്കെ എന്ത് ചെയ്യും? അതേപോലെ റീറ്റെയിൻ ചെയ്യിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻ മോസ്റ്റ് ഹയർ പ്ലാന്റ്സ് ഗ്രോയിങ് അപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബ്ലോഡ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പിക്കൽ ഡോമിനൻസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കാം. റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ് ഡീകാപ്പിറ്റേഷൻ എന്ന് വിളിക്കും. അതാണ് ഈ തേയില നുള്ള എന്നൊക്കെ പറയില്ല, അതാണ് ഡീകാപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. യൂഷ്വലി റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഷൂട്ട് ടിപ്പ് നുള്ളി കളയുമ്പോൾ എന്ത് ചെയ്യും? ലാറ്ററൽ ബഡ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഹെഡ്ജ് മേക്കിങ്ങിനും ബുഷ് മേക്കിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് പ്ലാന്റ് ഇങ്ങനെ ബുഷ് പോലെ നിൽക്കണമെങ്കിൽ ആ മേലത്തെ സംഭവം നുള്ളി കളഞ്ഞിട്ട് ഈ ലാറ്ററൽ ബഡ് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എവിടേക്ക് കാണാം? നമ്മൾ പറഞ്ഞ് ഒന്ന് ടീ പ്ലാന്റേഷനിൽ കാണും, പിന്നെ ടീ പ്ലാന്റേഷനിലും ഹെഡ്ജ് മേക്കിംഗ്. ഹെഡ്ജ് ആണ് ഈ ബുഷായിട്ട് വെക്കണേനാണ് നമ്മൾ ഹെഡ്ജ് മേക്കിംഗ് എന്ന് പറയാം. പിന്നെന്താണ്? ഓക്സിൻ ആൾസോ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. ടൊമാറ്റോ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നമ്മൾ എന്ത് വിളിക്കുക? പാർത്തനോകാർപ്പി എന്ന് വിളിക്കുക. അപ്പൊ ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ ആണ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ഹെർബിസൈഡ്സ്. ഏതാ യൂഷ്വലി യൂസ് ചെയ്യുക? 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. അതായത് സിന്തറ്റിക് ഓക്സിൻ ആയിട്ടുള്ള 2,4-ഡിനെ എന്ത് യൂസ് ചെയ്യുക? യൂഷ്വലി ഹെർബിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുക. കിൽ ഡൈകോട്ടിലിഡനസ് വീഡ് ഡസ് നോട്ട് അഫക്ട് ദ മെച്യൂർ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്. ഈ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്.
അതായത് ഈ 2,4-D യൂസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്ന അറിയോ, ഡൈക്കോട്ട് ആയിട്ടുള്ള വീടിനൊക്കെ എന്ത് ചെയ്യും, കില്ല് ചെയ്യും. പക്ഷെ മോണോക്കോട്ടിന് എന്ത് ചെയ്യൂല, എഫക്റ്റ് ചെയ്യൂല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. 2,4-D യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഡൈക്കോട്ട് ആയിട്ടുള്ളതിനൊക്കെ എന്ത് ചെയ്യും, കില്ല് ചെയ്യും. പക്ഷെ മോണോക്കോട്ടിന് എന്ത് ചെയ്യൂല, എഫക്റ്റ് ചെയ്യൂല. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ വീഡ് ഫ്രീ ലോൺ ബൈ ഗാർഡനേഴ്സ്. അതായത് ഈ വീഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അൺവാണ്ടഡ് ആയിട്ട് അതിന്റെ ഇടയിൽ വളരുന്ന ചെടികളെ നമ്മൾ എന്ത് വിളിക്കുക, വീഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ സിന്തറ്റിക് ഓക്സിൻ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ആ വീഡ്സിനൊക്കെ കളഞ്ഞ് ഒരു വീഡ് ഫ്രീ ആയിട്ടുള്ള ലോണിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ് ഫൈനലായിട്ട് പറയുന്നത്, ഓക്സിൻ ആൾസോ കൺട്രോൾ സൈലം ഡിഫറൻഷിയേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സൈലം ഡിഫറൻഷിയേഷനും സെൽ ഡിവിഷനും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓക്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഫങ്ഷൻസ്. ഞാനിവിടെ കുറച്ച് ഫങ്ഷൻസ് ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നുള്ളൂ. ഈ ഹൈലൈറ്റ് ചെയ്ത ഫങ്ഷൻസ് എന്ത് ചെയ്യരുത്, ഒരിക്കലും മറക്കരുത്. ഇവിടെ നിന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, വിച്ച് among the plant growth regulators helps in parthenocarpy in tomato? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് among the plant growth regulator helps in promote flowering in pineapple? അങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്ത് ഇത് ഓക്സിൻ ആണെന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞ് ഇരിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ ഓക്സിനെ പറ്റിയിട്ട്. ഓക്കെ, ആ ഇനി മൂന്നാമത്തെ നമ്മുടെ എന്താ, കേട്ടില്ല. ഫങ്ഷൻസ് മൂന്നാമത്തെ എന്താ? എന്ത് മൂന്നാമത്തെ ഫങ്ഷൻസിൽ ഫങ്ഷൻസ്? ആക്ട് ആസ് ഹെർബിസൈഡ്. ഹെർബിസൈഡ് അല്ലെങ്കിൽ വീഡിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഓക്കെ, അടുത്തതാണ് എന്ത്, ഗിബറലിൻ അല്ലെങ്കിൽ ഗിബറലിക് ആസിഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഒരു അസിഡിക് ഒരു അസിഡിക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ, ഒരു അസിഡിക് PGR ആണ് എന്ത്, ഗിബർലിക് ആസിഡ്. എന്താണ്, ഒരു അസിഡിക് PGR ആണ്. ഓവർ ഹൺഡ്രഡ്സ് ഓഫ് ഗിബർലിക് ആസിഡ്സ് ഡിസ്കവേർഡ് ആണെന്ന് പറയുന്നത്. നമ്മൾ GA എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുക. ഗിബർലിൻ അല്ലെങ്കിൽ ഗിബർലിക് ആസിഡിനെ GA എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ GA1, അതേപോലെ GA2, GA3, അങ്ങനെ കുറേ ഹൺഡ്രഡ്സ് ഓഫ് ഗിബർലിക് ആസിഡ്സ് എന്താണ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്ത് ചെയ്യണത്, പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവരുടെ ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്? ഒന്ന്, increase length of stalk in grapes. Increase length of stalk in grapes. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഗ്രേപ്പിന്റെ സ്റ്റോക്ക് വിചാരിക്കുക. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എന്ത് വരും, ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, ഗ്രേപ്പ് ഇങ്ങനെ വരും അല്ലെ. ഇവിടെ ഒക്കെ എന്തുണ്ടാവും, ഗ്രേപ്പ് ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ എടുത്തെടുത്തായോണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റഡ് ആവും. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റോക്ക് കൂട്ടുമ്പോ എന്ത് സംഭവിക്കും, കുറച്ചും കൂടി ഗ്രേപ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. കുറച്ചും കൂടി ഗ്രേപ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. ഇതെന്ത് ഹെൽപ്പ് ചെയ്യും, ഇത് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യും, ഈൽഡ് കൂട്ടുക വെച്ചാൽ കുറെ ഗ്രേപ്സിനാകുമ്പോൾ കുറെ പൈസ കിട്ടുമല്ലോ വിൽക്കുമ്പോൾ. അപ്പൊ ഇത് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് സ്റ്റോക്ക് ഇൻ ഗ്രേപ്സ്. അടുത്തതാണ്, രണ്ടാമത്താണ് ഇലോങ്ങേഷൻ ആൻഡ് മോഡിഫൈ ഷേപ്പ് ഇൻ ആപ്പിൾ. ആപ്പിളിന്റെ ഷേപ്പ് മോഡിഫൈ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും, ഗിബെർലിൻസ് ഹെൽപ്പ് ചെയ്യും. ആപ്പിളില് ഇലോങ്ങേഷൻ നടക്കാനും ഷേപ്പ് മോഡിഫൈ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും, ഗിബർലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഇൻ ഷുഗർ കെയിൻ. എന്താണ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഇൻ ഷുഗർ കെയിൻ. ഇതാണ് ഷുഗർ കെയിൻ വിചാരിക്കുക. ഇന്റർനോഡ്സ് ഇതെന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താവും, കുറച്ചും കൂടി എന്താവും,
ലെങ്തിൽ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഈൽഡ് കൂടൂലേ? അപ്പൊ ഷുഗർ കെയിൻസിന്റെ ഇന്റർനോഡ്, ഷുഗർ കെയിൻ ഒരു സ്റ്റമ്മാണ് നമുക്കറിയാം. അപ്പൊ എന്തുണ്ടാവും? ഇന്റർനോഡ്സ് ഉണ്ടാവും. നോഡ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് എന്ത്? ഇന്റർനോഡ്സ്. അപ്പൊ അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭാഗം എന്താണ്? ഇതിന്റെ ഇന്റർനോഡ് ഭാഗം നമ്മൾ കഴിക്കുക. രണ്ട് ഇങ്ങനെ വരവരലിന്റെ ഇടയിലുള്ള സംഭവം നമ്മൾ കഴിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈൽഡ് കൂടും. പിന്നെ ഹെൽപ്സ് ഇൻ മാൾട്ടിങ് ഇൻ ബ്രൂയിങ് ഇൻഡസ്ട്രി. ഹെൽപ്സ് ഇൻ മാൾട്ടിങ് ബ്രൂയിങ് ഇൻഡസ്ട്രി. ബ്രൂയിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ മൈക്രോബ്സിലൊക്കെ പഠിച്ച പോലെ എന്താണ് ബ്രൂയിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിതൊക്കെ ആൽക്കഹോൾസും ബീവറേജസും ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലേ ബ്രൂയിങ്. സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് വിളിക്കുക? മാൾട്ടിങ് എന്ന് പറയാ. അപ്പോ എന്താണ്? ഗിബറലിക് ആസിഡ് യൂസ് ചെയ്താൽ ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യും? മാൾട്ടിങ് സ്പീഡായിട്ട് നടക്കും. മാൾട്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യും. സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? അതായത് ഏത് എന്ന് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല. ബിയർ ഒക്കെ ഏതെന്ന് ഉണ്ടാക്കണെന്നാ പറഞ്ഞിരുന്നത്? ഏതൊക്കെ മാൾട്ടിന്ന് ഉണ്ടാക്കണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായി? ഓർമ്മ ഉണ്ടാ? ഞാൻ തന്നെ എടുത്ത മൈക്രോബ്സ്. ഈ മാൾട്ടെന്നല്ലേ ബിയർ ആണോ മാൾട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ആൽക്കഹോളിന്റെ ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യണത് ആരാണ്? ഗിബറലിക് ആസിഡ് ആണ്. പോയിട്ട് അതൊന്നും കൂടി വായിച്ചു നോക്കാം. ഓക്കെ. പിന്നെന്താണ്? ഡിലേ സെനസെൻസ് ടു എക്സ്റ്റെൻഡ് മാർക്കറ്റ് പീരിയഡ്. എന്താണ്? സെനസെൻസ് ഡിലേ ചെയ്യും. സെനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിക്ക് വയസ്സാവുക അല്ലെ? നമ്മൾ പറഞ്ഞു 3 ഫേസ് ആണുള്ളത്. ജുവനൈൽ ഉണ്ട്, മെച്ചൂർ ഉണ്ട്, സെനസെൻസ് ഉണ്ട്. അപ്പൊ സെനസെൻസ് എന്ത് ചെയ്യും? ഡിലേ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റ് പീരിയഡ് എക്സ്റ്റെൻഡ് ആവും. കുറച്ചും കൂടി കാലം എന്ത് ചെയ്യും? മെച്ചൂർ പീരിയഡിൽ നിൽക്കും. മെച്ചൂർ പീരിയഡിലല്ലേ നമ്മളൊരു സംഭവത്തിനെ വിൽക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് ഒക്കെ നടക്കൽ മെച്ചൂർ പീരിയഡിലാണല്ലോ. സെനസെൻസ് എന്ത് ചെയ്യും? ഡിലേ ചെയ്യും. പിന്നെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാല് ബോൾട്ടിങ്. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇന്റർനോഡ് ഇലോങ്ങേഷൻ. ഇന്റർനോഡ് ഫ്ലവറിങ്ങിന്റെ മുന്നേ എന്ത് ചെയ്യും? ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യും. ഫ്ലവറിങ്ങിന്റെ മുന്നേ എന്ത് ചെയ്യും? ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോ ബോൾട്ടിങ് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യും. ഈ ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇവിടെ നോക്കണേ. അപ്പൊ ഇതാണ് യൂഷ്വലി ഒരു സ്റ്റെം വിചാരിക്കും. ഇവിടെ ഇങ്ങനെ ലീവ്സ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടൻസ് ചെയ്യും. ഇത് കണ്ടൻസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഈ ലീഫൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വരും. ഈ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യും? ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോസെറ്റ് ഹാബിറ്റ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോസെറ്റ് ഹാബിറ്റ് എന്ന് പറയാം. ഇവിടെ എന്താ നടക്കണേ? ഇവിടെ കണ്ടൻസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റോസെറ്റ് ഹാബിറ്റ് ആവും. ഇപ്പൊ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാല് ഇതാണ്. എന്താ സംഭവിക്കുക? ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യും. ഏതിലൊക്കെ? ബീട്രൂട്ടിലും ക്യാബേജിലും ഒക്കെ എന്ത് ചെയ്യും? ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക? അവരുടെ ഈൽഡ് കൂടും. ഓക്കെ. ഇതൊക്കെയാണ് എന്തിന്റെ ഫങ്ഷൻസ്? ഗിബർലിക് ആസിഡിന്റെ ഫങ്ഷൻസ്. ഇവിടെ നോക്കണേ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഗിബർലിൻസ് ആർ അനദർ കൈൻഡ് ഓഫ് പ്രൊമോട്ടറി PGR, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റി ആണ്. There are more than 100 gibberellins reported from widely different organisms such as fungi and higher plants. ഫംഗൈ നിന്നും ഹയർ പ്ലാന്റ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത 100ൽ കൂടുതൽ എന്തുണ്ട്? ഗിബർലിൻസ് അവൈലബിൾ ആണ്. ഓക്കെ. They are denoted as GA1, GA2, GA3. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. However, gibberellic acid 3, GA3 was one of the first gibberellin to be discovered. നിങ്ങളോട് ചോദിക്കും എന്താണ്?
GA3 was one of the first gibberellin to be identified. Which among the following is the first gibberellin to be identified എന്ന് ചോദിക്കും. ഓക്കെ, റിമൈൻ ദ മോസ്റ്റ് ഇന്റൻസീവ്ലി സ്റ്റഡീഡ് ഫോം. അതാണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തതും ഇന്റൻസ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഗിബർലിക് ആസിഡും. ഓൾ GAs ആർ അസിഡിക്. നമ്മൾ പറഞ്ഞ് ഗിബർലിക് ആസിഡ് എന്താണ്? ഒരു ഗിബർലിക് ആസിഡ് എന്താണ്? ഒരു അസിഡിക് PGR ആണ്, ഒരു അസിഡിക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഇൻ പ്ലാന്റ്സ്. എന്തൊക്കെയാ നോക്കാം. ഒന്ന്, their ability to cause an increase in length of axis to increase the length of grape stalks. ഗ്രേപ്പ് സ്റ്റോക്കിന്റെ ലെങ്ത് എന്ത് ചെയ്യും? കൂട്ടും അല്ലെ. പിന്നെ കോസ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ ടു ഇലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് വിത്ത് ഷേപ്പ്. ആപ്പിളിന്റെ ഇലോങ്ങേഷനും ഷേപ്പ് മോഡിഫിക്കേഷനും നടത്തുന്ന ആരാണ്? ഗിബർലിൻ ആണ്. ദേ ഡിലേ സെനസൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. Thus the fruit can be left on a tree longer as to extend the market period. അപ്പൊ എന്ത് ചെയ്യും? സെനസൻസ് ഡിലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒരു ഫ്രൂട്ട് ട്രീമെ കുറച്ചും കൂടി കാലം എന്ത് ചെയ്യും? വെക്കാൻ പറ്റും. അതോടെ തന്നെ അതിന്റെ മാർക്കറ്റ് പീരീഡ് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ GA3 ഈസ് യൂസ് ടു സ്പീഡ് അപ്പ് ദ മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂയിങ് ഇൻഡസ്ട്രി. മാൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ് സ്റ്റാർച്ചിന് ഒരു ഓക്കെ, സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? മാൾട്ടിംഗ് എന്ന് പറഞ്ഞാല്. അപ്പോൾ ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ എന്താ ഉണ്ടാവുന്നത്? ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് പല മാൾട്സ് നിന്നാണ് പല ബീവറേജസും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മാൾട്സിൽ സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് യൂസ് ചെയ്യുന്നത്? ഈ GA അല്ലെങ്കിൽ ഗിബർലിക് ആസിഡിനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഷുഗർ കെയിൻ സ്റ്റോഴ്സ് കാർബോഹൈഡ്രേറ്റ് ആസ് ഷുഗർ ഇൻ ദെയർ സ്റ്റെംസ് അല്ലെ. നമുക്കറിയാം, സ്പ്രേയിങ് ഷുഗർ കെയിൻ ക്രോപ്പ് വിത്ത് ഗിബർലിക് ആസിഡ് എന്ത് ചെയ്യും? increase the length of the stem, thus increase the yield by as much as 20 tons per acre. ഷുഗർ കെയിൽ എന്ത് ചെയ്യും? സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈൽഡ് കൂടും. എത്രയാണ് കൂടുക? 20 tons per acre. ഒരു ടൺ എന്ന് പറഞ്ഞാല് 1000 കിലോഗ്രാം ആണ്. അപ്പോ ഒരു ഏക്കറില് 20 tons എന്ന് പറഞ്ഞാൽ എത്ര ആയപ്പോ? 20 into 1000, 20,000 ടൈംസ് എന്ത് ചെയ്യും? ഈൽഡ് കൂടാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഗിബർലിക് ആസിഡ് എന്തുമ്മ സ്പ്രേ ചെയ്യുമ്പോൾ? ഷുഗർ കെയിൻമ സ്പ്രേ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പ്രേയിങ് ജുവനൈൽ കോണിഫേഴ്സ് വിത്ത് GA ഹേസ്റ്റൻസ് ദ മെച്യൂരിറ്റി പീരിയഡ്. ജുവനൈൽ കോണിഫേഴ്സിന് എന്താണ്? ഈ ഗിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യുമ്പോൾ മെച്യൂരിറ്റി പീരീഡ് ഹേസ്റ്റൻ ചെയ്യും. നമ്മൾ പറഞ്ഞ് 3 പീരീഡ് ഉണ്ട്. അതൊക്കെ ജുവനൈൽ ഉണ്ട്, മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്, സെനസൻസ് ഉണ്ട്. മെച്യൂരിറ്റി പീരീഡ് ഹേസ്റ്റൻ ചെയ്യാൻ, കുറച്ചും കൂടി പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഇത് സ്പ്രേ ചെയ്യുമ്പോൾ, ഗിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യുമ്പോൾ മെച്യൂരിറ്റി പീരീഡ് എന്ത് ചെയ്യും? പ്രൊലോങ് ചെയ്യും. അത് ഏർലി സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? പ്രൊമോട്ട് ബോൾട്ടിങ്, അതായത് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിങ്. ഇതിലൊക്കെ ബീറ്റ്, കാബേജ് ആൻഡ് മെനി പ്ലാൻ വിത്ത് റോസറ്റ് ഹാബിറ്റ്. റോസറ്റ് ഹാബിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ സ്റ്റെം കണ്ടൻസ് ചെയ്യുമ്പോൾ ഇതേപോലെ ലീവ്സ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് എന്ത്? റോസറ്റ് ഹാബിറ്റ്. അപ്പോ എന്താണ്? ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബീട്രൂട്ടില്, ക്യാബേജിലൊക്കെ ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഗിബർലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്തിന്റെ ഫങ്ഷൻസ്? ഗിബർലിക് ആസിഡിന്റെ ഫങ്ഷൻസ്. ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മറക്കരുത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്നെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ? വരച്ചിടുക. ക്വസ്റ്റ്യൻസ് ചോദിക്കല് ഇവിടെ നിന്നായിരിക്കും. ഈ ഷുഗർ കെയിനിന്റെ ഈൽഡ് എത്ര കൂടുന്നൊക്കെ ഉള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോന്നിന്റെ ഫങ്ഷൻ ചോദിക്കും. എവിടുന്നാ വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗസ് ചെയ്യാന് പറ്റൂല. അടുത്തതാണ് എന്ത്? അടുത്തതാണ് സൈറ്റോകൈനിൻ. അടുത്തതാണ് എന്ത്? സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന്റെ ഡിസ്കവറി നമ്മൾ എന്ത് ചെയ്ത്? ഓൾറെഡി പറഞ്ഞു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഡിവിഷൻ. അപ്പൊ എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് എന്താണ്? സെൽ ഡിവിഷൻ. സൈറ്റോകൈനിൻ എന്ത് ചെയ്യും? സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യും. പിന്നെന്താണ്? പുതിയ ലീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ്. പുതിയ ലീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പുതിയ ലീവ്സ് ഫോം ചെയ്യുമ്പോൾ എന്ത് വേണം? ക്ലോറോഫിൽസ് വേണം. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസ് എന്താണ്? ക്ലോറോഫിൽ ഇൻ ലീവ്സ്. ലീവ്സില് ക്ലോറോഫിലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഹിബിറ്റ് അപ്പിക്കൽ ഡോമിനൻസ്. ഇൻഹിബിറ്റ്സ് എന്താണ്? അപ്പിക്കൽ ഡോമിനൻസ്. നമ്മൾ പറഞ്ഞേ അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിവിടെ ഒരു അപ്പിക്കൽ ബഡ് ഉണ്ട്. ഇത് ലീവ്സ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ലാറ്ററൽ ബഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ അപ്പിക്കൽ ബഡ് കാരണം ലാറ്ററൽ ബഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? അപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കുക. അപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് സൈറ്റോകൈനിൻ എന്ത് ചെയ്യും? അപ്പിക്കൽ ഡോമിനൻസിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പിക്കൽ ഡോമിനൻസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക അറിയോ? ദേ ഹെൽപ്പ് ഇൻ ദ അല്ലെങ്കിൽ പ്രൊമോട്ട് എന്താണ്? പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് എന്താണ്? ലാറ്ററൽ ഷൂട്ട് അല്ലെങ്കിൽ ലാറ്ററൽ ബഡ്. അപ്പിക്കൽ ഡോമിനൻസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതാ ഈ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിന് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവും? ഓക്സിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? പറയ്. സൈറ്റോകൈനിൻസ് എന്താണ്? ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എന്താണ്? ഓക്സിൻ അല്ലെ? ഓക്സിന്റെ ഫംഗ്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? സൈറ്റോകൈനിൻ ആക്ട് ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആന്റഗോണിസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അപ്പിക്കൽ ഡോമിനൻസിന് എന്താണ്? ഓക്സിന്റെ ആന്റഗോണിസ്റ്റ് ആണ് എന്ത്? സൈറ്റോകൈനിൻ. ഓക്കെ. ഈ പോയിന്റ് എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇനി 5ാമത്തെ ഫംഗ്ഷൻ എന്താണ്? ദേ ഡിലേ ലീഫ് സെനസൻസ്. എന്താണ്? ലീഫ് സെനസൻസ്. ലീഫിന് പ്രായമായി പെട്ടെന്ന് കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? സൈറ്റോകൈനിൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊമോട്ട് സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യും. പിന്നെ എന്താണ്? പുതിയ ലീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്ലോറോഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യും ലീവ്സിൽ. അപ്പിക്കൽ ഡോമിനൻസ് ഇൻഹിബിറ്റ് ചെയ്യും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സൈറ്റോകൈനിലുള്ള ഈ ഇൻഹിബിറ്റ് അപ്പിക്കൽ ഡോമിനൻസ്. ഓക്കെ. പിന്നെന്താണ്? ലീഫ് സെനസൻസിന് ഡിലേ ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞത് നോക്കാം. സൈറ്റോകൈനിൻസ് ഹാവ് സ്പെസിഫിക് എഫക്ട്സ് ഓൺ സൈറ്റോകൈനസിസ്, അതായത് സെൽ ഡിവിഷൻസ്, ആൻഡ് വർ ഡിസ്കവേർഡ് ആസ് കൈനറ്റിൻ, എ മോഡിഫൈഡ് ഫോം ഓഫ് അഡിനിൻ ഡെറിവേറ്റീവ് ഫ്രം ദ ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. കൈനറ്റിൻ ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. കൈനറ്റിൻ ഞാൻ പറഞ്ഞ അനിമൽസിൽ മാത്രം കാണുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. Search for natural substance with cytokinin-like activity lead to the isolation of zeatin from corn kernels and coconut milk. കോൺ കേണൽ, അതേപോലെ മെയ്സില്, കോക്കനട്ട് മിൽക്ക് എന്നൊക്കെ സൈറ്റോകൈനിൻ ലൈക്ക് ആക്ടിവിറ്റി ഉള്ള, അതായത് സൈറ്റോകൈനസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റോകൈനിൻ ലൈക്ക് ആക്ടിവിറ്റി ഉള്ള എന്തിനെ എക്സ്ട്രാക്ട് ചെയ്ത്? സിയാറ്റിൻ എക്സ്ട്രാക്ട് ചെയ്ത്. അപ്പോ മറക്കരുത്. എന്തൊക്കെയാ? കൈനറ്റിൻ എന്താണ്? ഒരു മോഡിഫൈഡ് ഫോം ഓഫ് അഡിനിൻ ആണ്. സൈറ്റോകൈനിൻ അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. ടൈപ്പ് ഓഫ് സൈറ്റോകൈനിൻ ആണ്. എവിടെ? ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. അപ്പൊ എവിടെയാണ്? ആനിമൽസിൽ മാത്രമേ കാണുള്ളൂ. ഇതാണ് ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA എന്ന് കണ്ടുപിടിച്ചത്. പിന്നെ നാച്ചുറൽ സബ്സ്റ്റൻസ് വിത്ത് സൈറ്റോകൈനിൻ ലൈക്ക് ആക്ടിവിറ്റി, അതായത് പ്ലാന്റ്സിൽ കാണുന്ന എവിടെയാണ്?
സിയാറ്റിനിൽ ഇത് എവിടെ ഉണ്ടാവുക? കോൺ കേണൽസിലും കോക്കനട്ട് മിൽക്കിലും. ഓക്കെ, അനിമൽസിൽ മാത്രമേ കൈനറ്റിൻ ഉണ്ടാവുള്ളൂ. സിയാറ്റിൻ എവിടെ ഉണ്ടാവുക? സിയാറ്റിന് പ്ലാന്റ്സിൽ, അതായത് കോൺ കേണൽസ്, കോക്കനട്ട് മിൽക്ക് എന്നൊക്കെ കണ്ടുപിടിക്കണതാണ് എന്ത്? സിയാറ്റിൻ. ഇത് രണ്ടും എന്ത് ചെയ്യും? മറക്കരുത്. പിന്നെ സ്പെസിഫിക് ഇഫക്റ്റ് ഓൺ സൈറ്റോകൈനസിസ്, അതും മറക്കരുത്. സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ സൈറ്റോകൈനസിസ് എന്ത് ചെയ്യണം? ഓർമ്മ വരണം. സിൻസ് ദ ഡിസ്കവറി ഓഫ് സിയാറ്റിൻ, several naturally occurring cytokinins and some synthetic compounds with cell division promoting activity have been identified. Natural cytokinins are synthesized in regions where rapid cell division occur. അല്ലെ, സൈറ്റോകൈനസിസ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് റാപ്പിഡ് സെൽ ഡിവിഷൻ ഒക്കർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സൈറ്റോകൈനസിന്റെ സിന്തസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എവിടെയൊക്കെ? റൂട്ട് അപ്പേസസ്, അവിടെ റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ്സിൽ, യങ് ഫ്രൂട്ട്സ്, ഇവിടൊക്കെ എന്താണ്? സൈറ്റോകൈനസിസ്, അതായത് സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൈറ്റോകൈനിനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്? It produces new leaves, chlorophyll in leaf, lateral shoot growth and adventitious shoot formation. എന്തൊക്കെയാണ്? ന്യൂ ലീവ്സ് ഫോം ചെയ്യാനും, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഫോം ചെയ്യാനും, ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്, അതാണ് അപ്പിക്കൽ ഡോമിനൻസിന്റെ ഇൻഹിബിഷൻ അല്ലെ. എന്നിട്ട് ലാറ്ററലി ഗ്രോ ചെയ്യും. അതേപോലെ അഡ്വെന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. അഡ്വെന്റീഷ്യസ് ഷൂട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ശരിക്കും എവിടെ നിന്നാണോ ഫോം ചെയ്യേണ്ടത് അതല്ലാതെ ഏതെങ്കിലും പോയിന്റ് നിന്ന് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? അഡ്വെന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. അതിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യണത്? സൈറ്റോകൈനിൻ ആണ് ഹെൽപ്പ് ചെയ്യണത്. സൈറ്റോകൈനിൻ ഹെൽപ്പ് ഓവർകം ദ അപ്പിക്കൽ ഡോമിനൻസ്. എന്താണ്? അപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They promote nutrient mobilization which help in the delay of leaf senescence. ന്യൂട്രിയൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് എന്താണ്? ഒരു പോയിന്റ് നിന്ന് വേറൊരു പോയിന്റിലേക്ക് എന്താണ്? ട്രാൻസ്പോർട്ട് ചെയ്യാം. ന്യൂട്രിയൻ മൊബിലൈസേഷൻ ശരിക്കും മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ ന്യൂട്രിയൻ മൊബിലൈസേഷനെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ന്യൂട്രിയൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് എന്താണ്? ഒരു പോയിന്റ് നിന്ന് വേറൊരു പോയിന്റിലേക്ക്. ചില സ്ഥലത്ത് ഈ ന്യൂട്രിയന്റിന് ആവശ്യം വളരെ കൂടുതലായിട്ടുണ്ടാവും, ചില പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ന്യൂട്രിയന്റിനെ അവിടെ എത്തിക്കണമല്ലോ. അങ്ങനെ എന്താണ്? ലീവ് സെനസൻസ് നടക്കാതിരിക്കാൻ വേണ്ടി മേ ബി ഏതോ ന്യൂട്രിയന്റ് ആവശ്യം ഉണ്ടാവും. ആ ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ ആരാണ് ഹെൽപ്പ് ചെയ്യണത്? സൈറ്റോകൈനിൻ ആണ് ഹെൽപ്പ് ചെയ്യണത്. വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡിലേ ഓഫ് എന്താണ്? ലീവ് സെനസൻസ്. അപ്പൊ എന്തൊക്കെയാ ഫങ്ഷൻസ് പറഞ്ഞ്? ന്യൂ ലീവ്സ്, ലാറ്ററൽ ഷൂട്ടിന്റെ ഗ്രോത്ത്, അപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ന്യൂട്രിയൻ മൊബിലൈസേഷൻ പ്രൊമോട്ട് ചെയ്യും, വിച്ച് ഹെൽപ്സ് ഇൻ ദ എന്താണ്? ഡിലേ ഓഫ് ലീവ് സെനസൻസ്. അപ്പൊ അത്രയാണ് എന്ത്? സൈറ്റോകൈനിൻ. അടുത്ത എന്താണ്? അടുത്തതാണ് എന്ത്? എത്തിലീൻ. എത്തിലീൻ നമ്മൾ പറഞ്ഞ് ഇറ്റ് ഈസ് ദ എന്താണ് ഇമ്പോർട്ടൻസ്? ഇറ്റ് ഈസ് ദ ഓൺലി gaseous PGR. എന്താണ്? ഇറ്റ് ഈസ് ദ ഓൺലി ഗേഷ്യസ് PGR. ഗേഷ്യസ് ആയിട്ടുള്ള ഒരേ ഒരു PGR ആണുള്ളത്. അതാണ് ഇത് നമ്മുടെ എത്തിലീൻ. ഓക്കെ, നമുക്ക് എന്ത് നോക്കാം? എത്തിലീന്റെ ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് എത്തിലീന്റെ ഫങ്ഷൻസ്? എത്തിലീന്റെ ഡിസ്കവറി നമ്മൾ പറഞ്ഞ എന്താണ്? റൈപ്പൺ ആയിട്ടുള്ള ഓറഞ്ചിന്റെ അടുത്ത് എന്ത് വെച്ചപ്പോ? റോ ആയിട്ടുള്ള ബനാന വെച്ചപ്പോ ബനാനക്ക് എന്ത് പറ്റി? ബനാന റൈപ്പൺ ആയി. അപ്പൊ എന്തോ ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് എന്ത്? പിന്നീട് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഗേഷ്യസ് PGR ആയിട്ടുള്ള എത്തിലീൻ. അപ്പൊ എത്തിലീന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഒന്ന്, ഹെൽപ്സ് ഇൻ ഫ്രൂട്ട് റൈപ്പണിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽപ്സ് ഇൻ എന്താണ്? ഫ്രൂട്ട് റൈപ്പണിങ്. റൈപ്പണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. പിന്നെന്താണ്? ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ മൂന്നെണ്ണം, ഓക്സിന്, ഗിബെർലിന്, അതേപോലെ സൈറ്റോകൈനിൻ, മൂന്നും എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. എത്തിലീനിക്ക് എത്തുമ്പോൾ നമുക്ക് പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസും കാണാൻ പറ്റും, ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസും കാണാൻ പറ്റും. കൂടുതലായിട്ട് ഏതാ കാണാൻ പറ്റുക? ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസാ കാണാൻ പറ്റുക അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ലാസ്റ്റ് വന്നാണ് ആബ്സിസിക് ആസിഡ്. അവിടെ നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ? ഇൻഹിബിഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഹെൽപ്സ് ഇൻ ഫ്രൂട്ട് റൈപ്പണിങ്. പിന്നെന്താ ഉള്ളത്? പിന്നെ പ്രൊമോട്ട് സെനസെൻസ്. സെനസെൻസ് പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ആപ്സിഷൻ. ആപ്സിഷനും സെനസെൻസ് ഒക്കെ എന്ത് ചെയ്യും?
പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇൻഹിബിറ്ററി ഫങ്ഷൻ അല്ലേ? പിന്നെന്താണ്? ബ്രേക്ക് സീഡ് ഡോർമസി. ബ്രേക്ക് സീഡ് ഡോർമൻസി ഒരു പ്രൊമോട്ടറി ഫംഗ്ഷൻ ആണ്. സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനീഷിയേറ്റ് ഫ്ലവറിങ് ഇൻ മാംഗോ. മാംഗോയില് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? എത്തിലീൻ ഹെൽപ്പ് ചെയ്യും. പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. ഇതൊരു പ്രൊമോട്ടറി ഫംഗ്ഷൻ ആണ് അല്ലേ? പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് എന്താണ്? റൂട്ട് ഹെയർ ഫോർമേഷൻ. റൂട്ട് ഹെയറിന്റെ ഫോർമേഷനും അതേപോലെ റൂട്ടിന്റെ ഗ്രോത്തിനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എത്തിലീന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഒന്ന് ഹെൽപ്സ് ഇൻ ഫ്രൂട്ട് റൈപ്പണിങ്, പ്രൊമോട്ട് സെനസെൻസ് ആൻഡ് ആബ്സിഷൻ, ബ്രേക്സ് സീഡ് ഡോർമൻസി, പിന്നെന്താണ്? ഇനീഷ്യേറ്റ് ഫ്ലവറിങ് ഇൻ മാംഗോ, പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. പിന്നെ മാർക്കറ്റിലൊക്കെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ എന്ന് പറയുന്നത് എത്തഫോൺ എന്ന് പറഞ്ഞ ഒന്ന്. എത്തഫോൺ. എത്തഫോൺ എന്താണ്? മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എന്താണ്? എത്തിലീൻ. ഇതെന്ത് ചെയ്യും? ഇതൊരു പൗഡർ പോലെ മാർക്കറ്റിൽ എന്ത് ചെയ്യും? അവൈലബിൾ ആവും. അതെന്ത് ചെയ്യാ? അത് നമ്മള് കലക്കിയിട്ട് ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും? ഈ ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും? നടക്കും. ഇതെന്താണ്ടാന്ന് വെച്ചാല് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇറ്റ് ഹേസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രൂവ്സ് അല്ലെങ്കിൽ പ്രൊമോട്ട് ഫ്രൂട്ട് റൈപ്പണിങ്. ഏതിലൊക്കെ? ഇൻ ടൊമാറ്റോ ആൻഡ് ആപ്പിൾ. അപ്പൊ നമ്മൾ ഈ എത്തഫോൺ മേടിച്ച് അതെന്ത് ചെയ്ത് കലക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് ടൊമാറ്റോയിലും ആപ്പിളിലൊക്കെ എന്ത് ചെയ്യും? ഫ്രൂട്ട് റൈപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാർക്കറ്റിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ ആണ് എന്ത്? എത്തഫോൺ ട്ടോ. ഇത് മറക്കരുത്. എത്തഫോൺ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ എന്ന് ചോദിക്കും. അതാണ് എന്ത്? എത്തഫോൺ. ഓക്കെ, അപ്പൊ നോക്ക് എന്തൊക്കെയാണ് ഇഷ്യൂസ് അണ്ടർഗോയിങ് സെനസെൻസ് ആൻഡ് റൈപ്പണിങ് ഫ്രൂട്ട്സ്. അതായത് സെനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴിഞ്ഞു പോവാനായ അല്ലെങ്കിൽ ലാസ്റ്റ് ഏജ് ഈ റൈപ്പണിങ് ഫ്രൂട്ടിലൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എത്തിലീന് ലാർജ് എമൗണ്ടിൽ. of ethylene on plant include horizontal growth of seedling, swelling of the axis, apical hook formation in dicot seedling. ഈ അപ്പിക്കൽ ഹൂക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാല് ഇതാണ് ഡൈക്കോട്ടിന്റെ കോട്ട്ലിഡൻ എന്നുണ്ടെങ്കിൽ ഈ താഴത്തേക്ക് വരുന്ന ഭാഗമാണ് എന്ത്? ഹൈപ്പോകോട്ടൈൽ. മേലേക്ക് വരുന്ന ഭാഗമാണ് എന്ത്? എപ്പികോട്ടൈൽ. അപ്പൊ ഈ എപ്പികോട്ടൈലിന് ഇവിടെ ഇങ്ങനെ ഒരു വളവുണ്ടാവും. ഇതാണ് എന്ത്? ഹൈപ്പോകോട്ടൈൽ. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഇനീഷ്യലി ഒരു പിക്ചർ കൊടുത്തിക്കണം. ഇതാണ് എന്ത്? എപ്പികോട്ടൈൽ. അപ്പൊ എപ്പികോട്ടൈലിന് ഇതേപോലെ ഒരു വളവുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അപ്പിക്കൽ ഹൂക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്, സ്വെല്ലിംഗ് ഓഫ് ആക്സിസ്, അപ്പിക്കൽ ഹൂക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിംഗ്. എത്തിലീൻ പ്രൊമോട്ട് എന്തൊക്കെയാണ്? സെനസെൻസ് ആൻഡ് ആബ്സിഷൻ ഓഫ് പ്ലാന്റ്, എസ്പെഷ്യലി ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. Ethylene is highly effective in fruit ripening. It enhances the respiration rate during ripening of the fruit. അതായത് എന്താണ്? ഈ ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും? റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്തായിരിക്കും? കൂടും. ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഓക്സിജൻ എന്തായിരിക്കും? ആവശ്യം വരും. റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്തായിരിക്കും? കൂടും. ഇറ്റ് എൻഹാൻസസ് ദ റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് റൈപ്പണിങ് ഓഫ് ദ ഫ്രൂട്ട്. ഈ റൈസ് ഇൻ റേറ്റ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ എന്ത് വിളിക്കാം? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. അത് മറക്കരുത്. ഒരു ഫ്രൂട്ട് റൈപ്പൺ ആകുമ്പോൾ അതിനാവശ്യമുള്ള ഓക്സിജന്റെ അമൗണ്ട് കൂടും. അതായത് റെസ്പിറേറ്ററി റേറ്റ് കൂടും. ഈ റൈസ് ഇൻ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ നമ്മൾ എന്ത് വിളിക്കുക?
റെസ്പിറേറ്ററി, ക്ലൈമാറ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാ ഫംഗ്ഷൻ? എത്തിലീൻ ബ്രേക്ക് ദ സീഡ് ആൻഡ് ബഡ് ഡോർമൻസി, ഇനീഷ്യേറ്റ് ജെർമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്. എത്തിലീൻ പ്രൊമോട്ട് റാപ്പിഡ് ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. ഞാൻ ഫംഗ്ഷൻ ആയിട്ട് ഇതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ലീവ്സ് or upper part of shoot to remain above water. Ethylene also promote root growth and root hair formation, thus helping the plant to increasing their absorption surface. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമസി, ഇനീഷ്യേറ്റ് ജെർമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്. എത്തിലീൻ പ്രൊമോട്ട് റാപ്പിഡ് ഇന്റർനോഡ് or petrol elongation in deep water rice plants. It helps leaves or upper part of the shoot to remain above water. Ethylene also promote root growth and root hair formation. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ലേ, ഫങ്ഷൻസ് ഇതേപോലെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് മാറ്റി എഴുതുക ഏതെങ്കിലും ബുക്കിലേക്ക്. ഓരോ എന്ത് എഴുതുക, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എടുത്തിട്ട് അതിന്റെ അടിയിൽ വരുന്ന ഫങ്ഷൻസ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് എഴുതുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ, എത്ര പ്രാവശ്യം വായിക്കണോ അത്രയും നന്നായിട്ട് എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ്? എത്തിലീൻ ഈസ് യൂസ് ടു ഇനീഷ്യേറ്റ് ഫ്ലവറിംഗ് ആൻഡ് ഫോർ സിങ്ക്രണൈസിങ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ. എന്തൊക്കെയാണ്? യൂസ് ടു ഇനീഷ്യേറ്റ് ഫ്ലവറിംഗ് ആൻഡ് സിങ്ക്രണൈസിങ് ഫ്രൂട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഫ്രൂട്ട് വരാൻ വേണ്ടിയിട്ട്. സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഫ്രൂട്ട് വരാനും ഫ്ലവറിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാനും. ഏതില്? പൈനാപ്പിൾ. ഇറ്റ് ആൾസോ ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ മാംഗോ. സിൻസ് എത്തിലീൻ റെഗുലേറ്റ് സോ മെനി ഫിസിയോളജിക്കൽ പ്രോസസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് PGR in agriculture. ഈ സെന്റൻസ്, സിൻസ് എത്തിലീൻ റെഗുലേറ്റ് സോ മെനി ഫിസിയോളജിക്കൽ പ്രോസസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ്. സുഖല്ലേ കാണാന്? എത്തിലീൻ റെഗുലേറ്റ് എന്താണ്? ഇത്രയും ഫിസിയോളജിക്കൽ പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് PGR in agriculture. എന്താണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് തരാം. ഓക്കെ, ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ആസ് എ സോഴ്സ് ഓഫ് എത്തിലീൻ ഈസ് എന്താണ്? എത്തഫോൺ ആണ് കേട്ടോ. മാർക്കറ്റിലൊക്കെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ എന്താണ്? എത്തഫോൺ ആണ്. എത്തഫോൺ ഇൻ ആൻ അക്വ സൊല്യൂഷൻ ഇസ് റെഡിലി അബ്സോർബ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് വിത്തിൻ ദ പ്ലാന്റ് ആൻഡ് റിലീസ് എത്തിലീൻ സ്ലോലി. ഇതെന്ത് ചെയ്യും, നമ്മള് ഒരു ബോട്ടിലാണ് കിട്ടുക. ഓക്കെ, ഒരു ക്രിസ്റ്റൽ പോലത്തെ സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു സെക്കൻഡ്, നമ്മൾ വാട്ടറിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് റെഡിലി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്ലാന്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് വിത്തിൻ പ്ലാന്റ് ആൻഡ് റിലീസ് എത്തിലീൻ സ്ലോലി. എത്തിലീൻ എന്ത് ചെയ്യും, സ്ലോലി റിലീസ് ആവും. ഓക്കെ, എത്തഫോൺ ഹേസ്റ്റൻസ് fruit ripening tomato and apple. It accelerates abscission in flowers and fruits, thinning of cotton, cherry, walnut. It promotes female flowers in cucumber and thereby increase yield. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ എത്തഫോണിന്റെ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടാ. ഹേസ്റ്റൺ ഫ്രൂട്ട് റൈപ്പണിങ് ഇൻ ടൊമാറ്റോസ് ആൻഡ് ആപ്പിൾ. ടൊമാറ്റോയിലും ആപ്പിളിലൊക്കെ ഫ്രൂട്ട് റൈപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആക്സിലറേറ്റ് ആബ്സിഷൻ ഇൻ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്. തിന്നിങ് ഓഫ് കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ എന്താണ്, കൊഴിയ. കോട്ടൺ എന്താ പറയാ ആയിട്ട് ആ പ്ലാന്റ് നമുക്ക് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോലെ കോട്ടൺ പ്ലാന്റ്, അതാണ് എന്ത്, തിന്നിങ് ഓഫ് കോട്ടൺ എന്ന് പറഞ്ഞാല്. അതേപോലെ ചെറിയ വാൾനട്ട്, അതിനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും, എത്തഫോൺ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, ഇറ്റ് പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബേഴ്സ് ആൻഡ് ദെർബൈ എന്താണ്, ഇൻക്രീസ് ദ ഈൽഡ്. ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, കുക്കുംബറിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈൽഡ് ഇൻക്രീസ് ചെയ്യും. അത്രയാണ് എന്ത്, എത്തിലീന്. ലാസ്റ്റ് PGR ആണ് എന്ത്, ആബ്സിസിക് ആസിഡ്. ലാസ്റ്റ് PGR ആണ് എന്ത്, ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്, ഇറ്റ് ഈസ് എ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ. എത്തിലീൻ ഒരു പ്രൊമോട്ടർ ആണ്, ഇൻഹിബിറ്റർ ആണ്. പക്ഷെ ആബ്സിസിക് ആസിഡ് ഇറ്റ് ഈസ് എ പ്യുവർലി പ്ലാന്റ് ഗ്രോത്ത് എന്താണ്, ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, ആബ്സിസിക് ആസിഡ് എന്ത് ചെയ്യും, സീഡ് ജെർമിനേഷനും ഡോർമൻസിയും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്,
ആബ്സിസിക് ആസിഡ് ആണ്. സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആബ്സിസിക് ആസിഡ് ആണ്. കാരണം പ്ലാന്റിന് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ് അത് ബയോട്ടിക് ഫാക്ടേഴ്സ് കാരണോ അബയോട്ടിക് ഫാക്ടേഴ്സ് കാരണോ ഉള്ള സ്ട്രെസ് ആവാം. അങ്ങനെ ഒരു സ്ട്രെസ് വരുമ്പോൾ റിലീസ് ചെയ്യണത് ആരാണ്? ആബ്സിസിക് ആസിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? 3 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഓർമ്മ ഉണ്ടോ? പേര് ഏതൊക്കെയാണെന്ന് പറയൂ. ഒന്ന് ഇൻഹിബിറ്റർ ബി, പിന്നെ ഏതേനു? വെരി ഗുഡ്. ആപ്സിസിൻ 2, പിന്നെ ഏതാണ്? ഡോർമിൻ. ഓക്കെ, വെരി ഗുഡ്. 3 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഹിബിറ്റർ ബി, ആപ്സിസിൻ 2 ആൻഡ് ഡോർമിൻ. ഇൻഹിബിൻ ബി എന്ന് ഒരു പ്രാവശ്യം ഓപ്ഷൻ വന്നിട്ട് ഞാൻ കുത്തിയിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇൻഹിബിറ്റർ ബി ആണ്, ഇൻഹിബിൻ ബി അല്ല ട്ടാ. പിന്നെ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആബ്സിസിക് ആസിഡ് എന്താണ്? ഒരു കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കരോട്ടിനോയിഡ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഓരോന്നിന്റെ ഏത് നിന്നൊക്കെയാണ് കെമിക്കൽ കോമ്പൗണ്ട്സ് എന്ന കെമിക്കൽ കോമ്പിനേഷൻ എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ കരോട്ടിനോയിഡ് എന്താണ്? ഡെറിവേറ്റീവ് ആണ് എന്ന് നോക്കാം. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എന്താണ്? ഫങ്ഷൻസ് ഓഫ് എന്താണ്? ആബ്സിസിക് ആസിഡ് നോക്കാം. നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ പ്യുവർലി ഗ്രോയിങ് ആണ്. ഫങ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? മെയിൻലി ഇൻഹിബിറ്റിംഗ് ഫങ്ഷൻസ് ആയിരിക്കും. ഫസ്റ്റ് ഫങ്ഷൻ ആണ് എന്ത്? ഇൻഹിബിറ്റർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. ആബ്സിസിക് ആസിഡ് ഈസ് എ ഇൻഹിബിറ്റർ ഓഫ് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. പ്ലാന്റ് ഗ്രോത്തിന്റെ മെറ്റബോളിസത്തിന്റെ ഒരു ഇൻഹിബിറ്റർ ആണ് എന്ത്? ആബ്സിസിക് ആസിഡ്. പിന്നെന്താണ്? ഇറ്റ് ഇൻഹിബിറ്റ് എന്താണ്? സീഡ് ജെർമിനേഷൻ. ഇറ്റ് ഇൻഹിബിറ്റ് എന്താണ്? സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും ആര്? ആബ്സിസിക് ആസിഡ്. അതായത് കുറെ കാലം സീഡിന് എന്ത് ചെയ്യും? ഡോർമൻസിൽ തന്നെ പിടിച്ചു വെക്കും. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ. ഇറ്റ് സ്റ്റിമുലേറ്റ് എന്താണ്? ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ. നമ്മൾ വിചാരിക്കും സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്യണത് നല്ലതല്ലേ? കാരണം എന്താണ്? ഇവാപ്പറേഷൻ കുറയല്ലോ. പക്ഷെ സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് നടക്കൂല? CO2 ഉള്ളിലേക്ക് വരില്ല. CO2 ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഫോട്ടോസിന്തസിസ് നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? പ്ലാന്റ് ചത്തുപോകും. അപ്പൊ ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ നടക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലാന്റിന് എന്ത് ചെയ്യും? അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്ലാന്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ സ്റ്റൊമേറ്റോ ക്ലോസ് ചെയ്തിട്ട് പ്ലാന്റിന് എന്ത് ചെയ്യും? ഡെത്ത് നടക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. എന്തേലും സ്ട്രെസ്സിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഇതേപോലെ പ്ലാന്റിന് എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. നാലാമത്താണ് എന്ത്? ഇൻക്രീസ് ടോളറൻസ് ടു വേരിയസ് കൈൻഡ് ഓഫ് സ്ട്രെസ്. ഇൻക്രീസ് tolerance to various kinds of സ്ട്രെസ്. പല ടൈപ്പ് സ്ട്രെസ്സിനോടുള്ള ടോളറൻസ് എന്ത് ചെയ്യും? കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കണം? സ്ട്രെസ് ഹോർമോൺ. പിന്നെന്താണ്? ഇറ്റ് ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് പ്രൊമോട്ട് സീഡ് ഡോർമെൻസി. സീഡ് ഡോർമെൻസി പ്രൊമോട്ട് ചെയ്തിട്ട് എന്താണ്? സീഡ് ജെർമിനേഷൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. കുറെ കാലം എന്ത് ചെയ്യും? സീഡിനെ എന്ത് ചെയ്യും? ഡോർമെന്റ് ആയിട്ട് വെക്കും. ജെർമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യില്ല? സമ്മതിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ആബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻസ്. ഇൻഹിബിറ്റർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. എന്താണ്? പ്ലാന്റ് ഗ്രോത്തിന്റെ മെറ്റബോളിസത്തിന്റെയും ഒരു ഇൻഹിബിറ്റർ ആണ്. സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സീഡ് ഡോർമെൻസി എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടോളറൻസ് ടു വേരിയസ് കൈൻഡ് ഓഫ് സ്ട്രെസ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും വരെ? നമ്മള് സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കും. പല ടൈപ്പുള്ള സ്ട്രെസ്സിനോട് എന്താണ്? ടോളറൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത്രയാണ് എന്ത്? ആബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻസ്. നിങ്ങൾ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി നോക്കാം. ഓക്കെ, ആസ് മെൻഷൻഡ് ഏർലിയർ, ആബ്സിസിക് ആസിഡ് വാസ് ഡിസ്കവേർഡ് ഫോർ ഇറ്റ്സ് റോൾ ഇൻ റെഗുലേറ്റിംഗ് ആബ്സിഷൻ ആൻഡ് ഡോർമെൻസി. ബട്ട് ലൈക്ക് അതർ plant growth regulator, it also has other
wide range effect on plant growth and development. It acts as a general plant inhibitor and an inhibitor of plant growth and metabolism. എന്താണ്? It is an inhibitor of plant growth and metabolism. Abscisic acid inhibits seed germination. It stimulates the closure of stomata and increase the tolerance of plant to various kinds of എന്താണ് സ്ട്രെസ്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കും. പിന്നെന്താണ്? ഇറ്റ് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സീഡ് ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി. സീഡിന്റെ ഡെവലപ്മെന്റിലും മെച്ചുറേഷനിലും ഡോർമൻസിയിലും എന്ത് ചെയ്യുന്നുണ്ട്? വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ജെർമിനേഷൻ അവർ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഡോർമൻസിയിൽ പ്ലേ ചെയ്യുന്ന റോൾ എന്താണ്? ഡോർമൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുറെ കാലം എന്ത് ചെയ്യും? ഡോർമെന്റ് ആയിട്ട് വെക്കും. ബൈ ഇൻഡ്യൂസിങ് ഡോർമൻസി, abscisic acid helps seeds to withstand desiccation and other factors unfavorable for growth. എന്താണ്? ഗ്രോത്തിന് അൺഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് എന്ത് ചെയ്യും? വിക്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻ മോസ്റ്റ് സിറ്റുവേഷൻ ആബ്സിസിക് ആസിഡ് ആക്ട് ആസ് എൻ ആന്റഗോണിസ്റ്റ് ടു എന്താണ്? ഗിബർലിക് ആസിഡ്. ആബ്സിസിക് ആസിഡ് എന്താണ്? ഗിബർലിക് ആസിഡിന്റെ ഒരു ആന്റഗോണിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിന്റെ ഒരു ആന്റഗോണിസ്റ്റ് ആണ് ആര്? സൈറ്റോകൈനിൻ. അതേപോലെ ആബ്സിക് ആസിഡിന്റെ ആന്റഗോണിസ്റ്റ് ആണ് ആര്? ഗിബർലിക് ആസിഡ്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇത് രണ്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. പിന്നെന്താ ഉള്ളത്? We may summarize that for any and every phase of growth, differentiation and development of plants, one or the other PGR has some role to play. അതായത് ഓരോ ഫേസ് ഓഫ് ഗ്രോത്തിൽ, ഇപ്പൊ നമ്മൾ സെനസൻസിനെ പറ്റി പറഞ്ഞ്, മെച്ചുറേഷൻ പീരീഡിനെ പറ്റി പറഞ്ഞ്, അങ്ങനെ ഓരോ ഫേസിലും എന്താണ്? ഒന്നല്ലെങ്കിൽ വേറൊരു PGRന് എന്തുണ്ട്? ഒരു റോൾ ഉണ്ട്. സച്ച് റോൾ കുഡ് ബി കോംപ്ലിമെന്ററി ഓർ ആന്റഗോണിസ്റ്റ്. അതെന്താവാം? ഒന്നെങ്കിൽ അതിന്റെ പ്ലാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന റോൾസ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യുന്ന റോൾസ് ആവാം. കോംപ്ലിമെന്ററി പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ട് ചെയ്യുന്നത്. ആന്റഗോണിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഒപ്പോസ് ചെയ്യുന്നത്. ദീസ് കുഡ് ബി ഇൻഡിവിജ്വലിസ്റ്റിക് ഓർ സൈനർജിസ്റ്റിക്. അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫംഗ്ഷന് ഒറ്റ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ PGRs എന്തായിരിക്കും? ആ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, similarly, there are a number of events in the life of a plant where more than one PGR interact to affect the event. അതായത് ഇപ്പോൾ ഡോർമൻസി ഓഫ് സീഡ്, ആബ്സിഷൻ, സെനസൻസ്, അപ്പിക്കൽ ഡോമിനൻസ് ഒക്കെ പോലെയുള്ള ഫങ്ഷൻസിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ PGRന്റെ ആക്ഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സീഡ് ഡോർമൻസിൽ നമ്മൾ പറഞ്ഞു ആബ്സിസിക് ആസിഡും വരുന്നുണ്ട്, ഗിബർലിക് ആസിഡും വരുന്നുണ്ട്. ഒന്നിന് സൈനർജിസ്റ്റിക് അല്ല, ഒന്നിന് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്, മറ്റേന് ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. അതേപോലെ അപ്പിക്കൽ ഡോമിനൻസിൽ ഓക്സിനും വരുന്നുണ്ട്, സൈറ്റോകൈനിനും വരുന്നുണ്ട്. ഓക്കെ, റിമെമ്പർ ദ റോൾ ഓഫ് PGR is one of only one kind of intrinsic control along with genomic control and extrinsic factors. നമ്മൾ പറഞ്ഞ് എന്താണ്? പ്ലാൻ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യണത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻട്രിൻസിക്കിൽ വരുന്നതാണ് ഇതൊക്കെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. എക്സ്ട്രിൻസിക്കിൽ വരുന്നതാണ് എന്തൊക്കെ? വാട്ടർ, ഓക്സിജൻസ്, ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഒരു ഇൻട്രിൻസിക് ഫാക്ടർ മാത്രമാണ്. ഇതിന്റെ കൂടെ മറ്റുള്ള ജനറ്റിക് ഫാക്ടേഴ്സും എക്സ്ട്രിൻസിക് ഫാക്ടറും കൂടി വന്നാലേ ഒരു പ്ലാന്റിന് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, they play an important role in plant growth and development. Intrinsic factors such as temperature and light control plant growth and development via PGR. അതായത് എന്താണ്? ടെമ്പറേച്ചർ, ലൈറ്റ് പോലുള്ള ഒരുപാട് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? കനറി ഗ്രാസിൽ ഓക്സിന്റെ ഡിസ്കവറി നമ്മൾ പറഞ്ഞില്ലേ? ലൈറ്റിന് എന്ത് ചെയ്ത്? ലൈറ്റിന്റെ ഭാഗത്തേക്ക് ആ പ്ലാന്റ്സ് ഗ്രോ, അപ്പൊ അവിടെ ലൈറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും കൂടിയാണ്? ഓക്സിന്റെ പ്രസൻസും കൂടിയാണ്. അതാണ് ഈ ലൈനിന്റെ സിഗ്നിഫിക്കൻസ്. സം ഓഫ് സച്ച് ഈവൻസ് കുഡ് ബി വെർണലൈസേഷൻ, ഫ്ലവറിംഗ്, ഡോമൻസി ആൻഡ് സീഡ് ജെർമിനേഷൻ. ജസ്റ്റ് ഈ സെന്റൻസ് ആലോചിച്ച് വെക്കുക. Some such events could be vernalization, flowering, seed germination, plant movements. Many extrinsic factors such as temperature, light control, growth, development via picture. അങ്ങനത്തെ കുറച്ച് ഈവൻസ് ആണ് വേർണലൈസേഷൻ, ഫ്ലവറിങ്, ഡോമൻസി, സീഡ് ജെർമിനേഷൻ, പ്ലാന്റ് മൂവ്മെന്റ്സ്. ശരിക്കും ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. വേർണലൈസേഷനും ഫ്ലവറിങ്ങും ഡോർമൻസിയും ഒക്കെ. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ NCERTന്ന് അതെന്ത് ചെയ്തിട്ടുണ്ട്? എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണ്ട? അത് നമ്മൾ ബ്രീഫായിട്ട് എന്ത് ചെയ്യണ്ട? ഡിസ്കസ് ചെയ്യണ്ട.
ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ കുറച്ച് ഈവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഈവൻസ് എന്തിന് വേർണലൈസേഷൻ, ഫ്ലവറിംഗ്, ഡോർമൻസി പോലുള്ള കുറച്ച് ഈവൻസ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ കൂടെ ഹെൽപ്പോട് കൂടെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്ര അറിഞ്ഞിരുന്നാൽ മതി. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അത് എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഞങ്ങൾ പഠിക്കുമ്പോൾ ഫോട്ടോ പീരിയോഡിസം, വേർണലൈസേഷൻ ഒക്കെ എന്ത് ചെയ്യാണ്ടെന്ന് സെപ്പറേറ്റ് പഠിക്കാണ്ടെന്ന്. ഇപ്പൊ നിങ്ങളെ സിലബസ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഉം. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ്, പ്രൊമോട്ടേഴ്സിന്റെ, ഇൻഹിബിറ്റേഴ്സ്, ഡിസ്കവറീസ് പറഞ്ഞു അല്ലെ? ഓക്സിന്റെയും ഗിബർലിന്റെയും സൈറ്റോകൈനിന്റെയും എത്തിലിന്റെ ഒക്കെ ഡിസ്കവറി നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെന്താ പറഞ്ഞു? പിന്നെ ഓരോ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സും എന്താണ് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിച്ച് അല്ലെ? ഏതൊക്കെ? ഓക്സിൻ പഠിച്ച്, ഗിബർലിൻ പഠിച്ച്, സൈറ്റോകൈനിൻ പഠിച്ച്, എത്തിലീൻ പഠിച്ച്, അതേപോലെ ആബ്സിസിക് ആസിഡ് പഠിച്ച്. ഓരോന്നിന്റെയും ഫങ്ഷൻസ് നമ്മൾ പഠിച്ച്. ഈ എന്താ പറയാ, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്ത് ചെയ്യാ, എന്തായാലും പഠിക്കുക. ക്വസ്റ്റ്യൻസ് വരും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് മാറ്റി എഴുതി വെച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ അത്രയും നല്ലത്. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്നതും ഇവിടെ നിന്നായിരിക്കും. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, പിന്നെ അല്ലാണ്ട് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ഈ പഠിക്കുമ്പോൾ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യാ, കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ലാസ്റ്റത്തെ അത് കാണിച്ചത് ആബ്സിസിക് ഒരു ആസിഡ്. മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഇതാ, ഓക്കെ ആണോ? ആ, ഓക്കെ, ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ചോദിക്കാം ട്ടാ.